ഈ സ്പൈഡർമാൻ്റെ പുസ്തകത്തിനകത്ത്, കോമിക് ബുക്സിനകത്ത് ന്യൂയോർക്കിനെ പറ്റിയും സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചരിത്രപരമാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പൈഡർമാൻ ചരിത്ര ഗ്രന്ഥമാണെന്ന് ആരും പറയത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ സുവിശേഷങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളല്ല എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ? ഇല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇല്ല ഇല്ല. ഒരു ചുങ്കക്കാരൻ, ഒരു മുക്കുവൻ, ഒരു വൈദ്യൻ, നാലാമത്തെ ആൾ ഏത് രീതിയിൽ പ്രൊഫഷൻ ചെയ്തു എന്നറിയത്തില്ല. പക്ഷേ ഈ 4 വ്യക്തികൾ ലോകത്തിൻ്റെ ഒരു ഓണങ്കേറ മൂലയിൽ ഒരു മനുഷ്യൻ്റെ 3 വർഷത്തെ പ്രസംഗ ജീവിതത്തെപ്പറ്റി എഴുതിയ 4 ഗ്രന്ഥങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഏവർക്കും അതേതാണെന്ന് തന്നെ മനസ്സിലായി. 4 ഗ്രന്ഥങ്ങൾ, 4 സൽവർത്തമാനങ്ങൾ, 4 ബയോഗ്രഫീസ് ഇന്ന് ലോകത്ത് സുപ്രധാനമായി നിൽക്കുന്ന പല വഴിത്തിരിവുകൾക്കും നിർണായകമായിട്ടുള്ള പല ആധുനിക മനുഷ്യൻ്റെ ചുവടുകൾക്കും അടിസ്ഥാനം നൽകിയ 4 കൃതികൾ. അതെ, സുവിശേഷങ്ങൾ. എന്താണ് ഈ സുവിശേഷങ്ങളുടെ ചരിത്രപരത? ദ റിലയബിലിറ്റി ഓഫ് ദ ഗോസ്പൽസ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആഴത്തിലിറങ്ങി സംസാരിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയായിരുന്നു. വളരെ ഇൻഡെപ്ത് നമുക്കത് ഒരു നല്ലൊരു ഡെപ്തിന് നമുക്കത് പോകാൻ സാധിച്ചു. പക്ഷേ അതിനകത്ത് നമ്മൾ പരാമർശിച്ചു പോയ ചില പോയിന്റുകളുണ്ട്. ഈ സുവിശേഷങ്ങളെ പറ്റിയുള്ള ചരിത്രപരത എന്താണ്, അവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു എപ്പിസോഡിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടക്കത്തിന് വേഗം തന്നെ നമുക്ക് പല പോയിന്റുകൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് അധികം മുഖവരയ്ക്ക് സമയം വേർതിരിക്കുന്നില്ല. അതെ, സുവിശേഷങ്ങളെ ചരിത്രപരതയെ പറ്റി ഒരാൾ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ എന്താണ് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ജീവചരിത്രം എന്ന രീതിയിലാണ് നമ്മൾ സുവിശേഷങ്ങളെ പണ്ഡിത ലോകം മനസ്സിലാക്കുന്നത്. ബയോഗ്രഫീസ് എന്ന് പറഞ്ഞത് ബയോഗ്രഫീസ് എന്ന രീതിയിലാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ പുറത്തു നിന്നുള്ള കൊറാബറേഷൻ ഉണ്ടോ, അത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ, അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മറ്റു രചനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളെ കുറിച്ചുള്ള ടൈറ്റിലുകൾ, അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇതിന് ഔട്ട്സൈഡ് കൊറാബറേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. പുറത്തുള്ള രചനകളിലോ അല്ലെങ്കിൽ ലിഖിതങ്ങളിലോ ഒക്കെ ഇതിന് തെളിവുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ ജീവചരിത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ സാധൂകരിക്കുന്നില്ല, പിന്തുണക്കുന്ന രീതിയിൽ, അതിൻ്റെ ഉള്ളടക്കത്തെ പിന്തുണക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഈ സുവിശേഷങ്ങളെ പറ്റി ഇപ്പോൾ പറഞ്ഞപ്പോൾ പുറത്തെന്നുള്ളതാണ്. എന്താണ് പുറത്തെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ചോദ്യമാണ്. കാരണം യോസീഫസിൻ്റെ വർക്കുകളെ പറ്റിയാണെങ്കിൽ യോസീഫസ് അല്ലാതായിട്ടുള്ള മറ്റ് ചരിത്രകാരന്മാർ എഴുതിയത് ഇതിനെ കൊറാബറേറ്റ് ചെയ്യുന്നുണ്ടോ, അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. സുവിശേഷങ്ങളെ പറ്റി വരുമ്പം ചോദിക്കുന്ന ചോദ്യം മറ്റ് സുവിശേഷങ്ങളല്ല, അല്ലെ മത്തായി എഴുതാത്ത വ്യക്തികളിൽ, മത്തായി അല്ലാത്തവരല്ല, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലനായ പത്രോസ്, പൗലോസ്, ഇവരാരും എഴുതാത്ത രേഖകളിൽ നിന്നും ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നൊരു വളരെ യുണീക്കായിട്ടുള്ള പല ക്രൈറ്റീരിയസാണ് സുവിശേഷത്തിൽ വെക്കുന്നത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു വെയിറ്റ് അതിനുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചിലരുടെ അനുമാനങ്ങൾ സുവിശേഷങ്ങൾക്കെതിരായിട്ട് തന്നെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ തെറ്റാണ്, ഇത് വസ്തുത അടിസ്ഥിതമല്ല, ഒരു മുൻവിധിയോടെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് വളരെ കോൺട്രവേഴ്ഷ്യലാണ്. ആ രീതിയിൽ വളരെ ടെക്നിക്കലുമാണ് ആ ഫീൽഡിൽ. അപ്പോൾ നമുക്ക് ആദ്യം ചിന്തിച്ചു തുടങ്ങേണ്ടത് ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിരുന്ന ചില കേന്ദ്ര സംഭവങ്ങൾക്ക് സുവിശേഷങ്ങൾക്ക് പുറത്തുനിന്നുള്ള എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചരിത്ര പ്രസക്തമായിട്ടുള്ള സംഭവം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് വീഡിയോയ്ക്ക് നമ്മളത് വളരെ ഇൻഡെപ്ത് നമ്മളത് ഇറങ്ങി ചിന്തിച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു പരാമർശം തന്നെ വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീസസ് സെമിനാർ എന്ന് പറഞ്ഞ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വളരെ ക്രിട്ടിക്കലായിട്ട്, റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ആ ഗ്രൂപ്പിലെ ജോൺ ഡൊമിനിക് റോസം പറഞ്ഞത്, യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രപരമായി തീർത്ത് കൽപ്പിച്ച് പറയാവുന്ന മറ്റേതൊരു വസ്തുതയ്ക്കും തുല്യമായിട്ടുള്ള ഒന്നാണ്. അതായത് നിങ്ങൾക്കൊരു വസ്തുതയെ പറ്റി ഇത് ഹിസ്റ്റോറിക്കലാണ്, ചരിത്രത്തിൽ ഇത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ഉറപ്പോടെ പറയുന്നോ ആ പറയപ്പെടുന്ന ആ ഒരു ധൈര്യം നൽകാൻ പറ്റുന്ന വസ്തുതയാണ്, ചരിത്ര സംഭവമാണ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. ഇത് പറഞ്ഞൊരു ക്രൈസ്തവനല്ല, ജോൺ ഡൊമിനിക് റോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നി വരാം, പക്ഷെ ഒരു അക്രൈസ്തവനാണ് ഇത് പറയുന്നത്. അപ്പം അതിനെ ഒരു ലിബറലായിട്ട് ക്രിസ്ത്യ വിശ്വാസത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്, അതാണ് ഒരു തെളിവ്. വേറെ നമുക്ക് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾക്കുള്ള പുറത്തുനിന്നുള്ള എന്താണുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂശീകരണമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ഇപ്പോൾ ജോസഫസിൻ്റെ രചനകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സ്നാപക യോഹന്നാനെ കുറിച്ച്
വിശദമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 18ാമത്തെ ബുക്കിൽ അതിൻ്റെ 5ാമത്തെ അധ്യായത്തിൽ സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്നും സ്നാപയോഹന്നാൻ അന്നത്തെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പ്രസക്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഏത് രീതിയിലുള്ള സംഘർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്, അദ്ദേഹം വധിക്കപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൊറാബറേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ ജോസീഫസിൻ്റെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 2 സംഭവങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള തെളിവുകൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, അതുപോലെ സ്നാപയോഹന്നാനെ കുറിച്ചുള്ള വിവരണങ്ങളും ബൈബിളിന് പുറത്തു നിന്നുള്ള രേഖകളിൽ ആ സംഭവങ്ങൾ എന്നുള്ള നിലയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ, അത്തരം കാര്യങ്ങൾ തന്നെ പരാമർശിക്കുന്ന തെളിവുകൾ നമുക്ക് ബൈബിളിന് പുറത്ത്, സുവിശേഷങ്ങൾക്ക് പുറത്ത് നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ സംഭവങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊറാബറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വ്യക്തികളെ പറ്റി, അതെ, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതെങ്ങനെയാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തി എന്ന് പറയുന്നത് പോന്തിയോസ് പിലാത്തോസ് ആണ്. കർത്താവ് യേശുവിനെ വിചാരണ ചെയ്ത പോന്തിയോസ് പിലാത്തോസ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ജോസീഫസ് തൻ്റെ ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്, യഹൂദ പുരാതനത്വങ്ങൾ എന്ന് നമുക്ക് വിവർത്തനം ചെയ്യാവുന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ജോസഫസിനെ കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഫിലോ, അലക്സാൻഡ്രിയയിലെ ഫിലോ എന്ന് പറയുന്ന യഹൂദ തത്വചിന്തകനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ, നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഓൺ ദ എംബസി ടു ഗൈസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ നമ്മുടെ പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട, പീലാത്തോസിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശിലാലിഖിതവും നമുക്ക് പുരാവസ്തു തെളിവുകളിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിനെ കുറിച്ചുള്ള പരാമർശം ജോസഫസിൻ്റെ രചനയിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലുപെട്ടിയെ, ഒരു എല്ലുപെട്ടി, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്ന ഒരു എല്ലുപെട്ടിയും നമുക്ക് ലഭ്യമാണ്. ബോൺ ബോക്സ് എന്ന് പറയുന്ന അത് നമുക്ക് ലഭ്യമാണ്. അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് 2 സുവിശേഷങ്ങളിലെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലെ അന്ത്യനാളുകളോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളെക്കുറിച്ച് ബൈബിളിന് പുറത്ത്, സുവിശേഷങ്ങൾക്ക് പുറത്ത് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അത് 2 രീതിയിലാണ് നമ്മൾ കണ്ടത്. ഒന്ന് രചനകളിലുണ്ട്, അതുപോലെ തന്നെ പുരാവസ്തു തെളിവുകളിലുണ്ട്. അതിൽ പ്രസക്തമായിട്ടുള്ള സംഭവം എന്നുള്ളത്, ഈ പറഞ്ഞ 2 വ്യക്തികൾ അവർ യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവുകൾക്ക്, നമ്മളതിനെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ വഴിത്തിരിവ് നമ്മൾ ചിന്തിക്കത്തില്ല, അത് നിർണയപ്രകാരം ദൈവം നിർണയിച്ച് വെച്ചിരുന്ന സംഭവങ്ങളായിരുന്നു. പക്ഷേ യേശുവിൻ്റെ തൻ്റെ പരസ്യമായിട്ടുള്ള പ്രസംഗങ്ങൾക്കൊക്കെയുള്ള ഒടുവിലായിട്ട് വരുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള സംഭവങ്ങളിലേക്ക് വഴിത്തിരി വരുന്നത് കയ്യഫാസിൻ്റെ ജഡ്ജ്മെൻറ്റും അതിന് പിന്നെ അനുകൂലിച്ച് റോമൻ സൈഡിൽ നിന്നുള്ള തീരുമാനം എടുക്കുന്ന പൊന്തിയോസ് പിലാത്തോസിനെ പറ്റി സംഭവങ്ങളാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ സുവിശേഷങ്ങളിൽ അത്രയും ഫോക്കസ് കൊടുത്ത് പ്രസംഗിക്കുകയും അവർക്ക് ചരിത്ര പുരുഷന്മാർ തന്നെയാണെന്ന് പറഞ്ഞതിന് ഒരു വലിയ ആധികാരികത പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അത് വ്യക്തമാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷകന്മാർ ലക്ഷ്യം വെച്ചത് ജീവചരിത്ര രചനയ്ക്കാണ്, അതിനെ പിന്തുണയ്ക്കുന്നതാണ്. കാരണം അവർ അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് എന്നുള്ളത് അവരുടെ ആ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നൊരു കാര്യമാണ്. മറ്റൊന്നാണ് നമുക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൊളാബറേഷൻ. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കൽക്കട്ടയിൽ എൻ്റെ ബാച്ചിലേഴ്സ് 3 വർഷം പഠിച്ചായിരുന്നു. ഞാൻ ഇന്ന് കൽക്കട്ടയെ പറ്റിയൊരു വിവരണം എഴുതുകയാണെങ്കിൽ, അവിടെ ഒരു സ്ഥലം പോയി കാണുന്നതിനെ പറ്റിയൊരു വിവരണം എഴുതുകയാണെങ്കിൽ, ഞാനത് ചില പ്രത്യേക സ്ഥലങ്ങളെ പരാമർശിക്കും. പക്ഷേ എൻ്റെ പരാമർശങ്ങൾ വളരെ സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ഞാൻ ന്യൂ ടൗൺ എന്ന് പറയുന്നത് അവിടെ ഞാൻ പഠിച്ച സ്ഥലത്തിന് സമീപത്തുള്ളൊരു സ്ഥലമാണ്. എസ്പ്ലനേഡ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അവിടുത്തെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഞാൻ കൊൽക്കട്ട സ്ട്രീറ്റ് എന്നോ അല്ലെങ്കിൽ കൊൽക്കട്ട ജംഗ്ഷൻ എന്ന് പറയത്തില്ല. പണ്ട് ഒരു തമാശയിൽ ഒരാൾ അമേരിക്ക ജംഗ്ഷൻ പറഞ്ഞപ്പം ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ എന്ന് മറുപടി ചോദിച്ച പോലെ അങ്ങനെ വളരെ ജനറിക് ആയിട്ട് ഞാൻ പറയത്തില്ല. പക്ഷേ ആ സ്ഥലത്തെപ്പറ്റി അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി പറയും കൊൽക്കട്ട ജംഗ്ഷൻ അല്ലെങ്കിൽ അമേരിക്ക ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് നമ്മൾ ഇവിടെ ചിന്തിക്കും വളരെ സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്തെപ്പറ്റി എഴുതുമ്പോൾ സ്ഥലപ്പേരുകൾ കാണുമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ സുവിശേഷങ്ങൾ ചരിത്രപരമായിട്ടുള്ള രേഖകളല്ല, അത് ഫോർജറിയാണെങ്കിൽ, വേറെ ആൾക്കാർ മത്തായി മാർക്കോസ് കെട്ടിച്ചമച്ച പേരുകൾ വ്യാജരചനകളാണെന്ന് പറയുകയാണെങ്കിൽ അവർ ഈ പറയുന്ന പ്രദേശത്തെ സ്ഥലമായിട്ട് യാതൊരു ബന്ധം അവർക്ക് കാണത്തില്ല. അപ്പം അവരെഴുതുന്ന സ്ഥലങ്ങൾ തമ്മിൽ വസ്തുതയായിട്ട് ഒട്ടും ചേർന്ന് പോകത്തില്ല. അപ്പോൾ അതിനകത്ത് എടുത്തു വരുന്ന സംഭവം എന്നുള്ളത്, നമ്മളിന്ന് മനസ്സിലാക്കുന്ന 4 സുവിശേഷങ്ങൾ, ഈ കെട്ടിച്ചമച്ച് വന്നേക്കുന്ന സുവിശേഷങ്ങളെന്ന് പറഞ്ഞ് വരുന്നവയിൽ യെരുശലേം ഒഴികെ
ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്രായേൽ പലസ്തീൻ നാടുകളിലുള്ള മറ്റ് പട്ടണങ്ങളെ പറ്റിയൊന്നും പരാമർശങ്ങളില്ല. കാരണം യെരുശലേം വളരെ പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ട് യെരുശലേമിനെ പറ്റി, യെരുശലേമിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷങ്ങളിൽ വരുമ്പോഴാണ് അന്നത്തെ പ്രദേശത്ത് എല്ലാവരും അറിയാതിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ പ്രദേശത്ത് അല്ലെങ്കിൽ ചുറ്റുപാടുകളൊക്കെ മറ്റ് രാജ്യങ്ങളൊക്കെ എല്ലാവരും അറിയാതിരുന്ന ചില ചെറിയ പട്ടണങ്ങൾ, ചില ചെറിയ പ്രദേശങ്ങളെ പറ്റിയൊക്കെ വിവരണം എഴുതുന്നത്. അത് കാണിക്കുന്നത് ആ സ്ഥലത്തെ അവർക്ക് അത്രയധികം വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ്. പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊൽക്കത്തയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കൊൽക്കത്തയെ കുറിച്ചിട്ടൊരു കഥ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റില്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊതുവായിട്ടുള്ള കാര്യം. ഇന്ന് മറ്റൊരു വ്യത്യസ്തത മനസ്സിലാക്കണം. ഇന്നിപ്പം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ആദിമ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, ഇത്തരത്തിൽ ആരെയും ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് അവിടെയുള്ള ഈ ചെറിയ പട്ടണങ്ങൾ, അതാണ് ബ്രദർ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ, ചെറിയ പട്ടണങ്ങൾ, പ്രാധാന്യതയില്ലാത്ത പ്രദേശങ്ങളെക്കുറിച്ചുള്ള പരാമർശം വരണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളെക്കുറിച്ച് കൃത്യമായ പരിചയമുള്ള, ആ സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വാഭാവികമായി അത്തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വരികയുള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, ഇത് എവിടെ വെച്ചാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതെന്നുള്ളത് ഒരു പ്രസക്തമാണ്. അവിടെയോട് ബന്ധപ്പെട്ട് തന്നെ മറ്റു ദൂരദേശങ്ങളിൽ വെച്ചിട്ട് ഇപ്പം മർക്കോസിന് സുവിശേഷം റോമിൽ വെച്ചാണ് എഴുതപ്പെടുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളെക്കുറിച്ച് ബ്രദർ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള വളരെ ചെറിയ പ്രദേശങ്ങളെക്കുറിച്ച്, അത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു എന്ന് പറയുന്നത് മറ്റ് ഇടങ്ങളിൽ നിന്നാണ് സുവിശേഷങ്ങൾ എഴുതിയെന്നാണ് ഗവേഷകന്മാരുടെ വിലയിരുത്തൽ. അപ്പോൾ എങ്ങനെ അവർക്ക് ആ സ്ഥലങ്ങളെക്കുറിച്ച് അറിയുവാൻ സാധിച്ചു? ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത്തരത്തിൽ വളരെ കൃത്യമായ തെളിവായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. അവിടെ വരുന്ന ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ ചോദ്യം തന്നെ ഉള്ളത്, ഈ വ്യാജ സുവിശേഷങ്ങൾ അവർക്ക് വേണമെങ്കിൽ ഈ പ്രദേശങ്ങൾ തന്നെ എഴുതാമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് ഈ പറയുന്ന രീതിയിൽ ചെറിയ പട്ടണങ്ങളെ പറ്റി ഒന്നും പരാമർശം നടത്താനും സാധിക്കുന്നില്ല. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രസക്തി എന്നുള്ളത് സുവിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴല്ല. പലപ്പോഴും ചോദിക്കും എന്തുകൊണ്ട് തോമസ് സുവിശേഷം എന്തോ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് മറ്റു സുവിശേഷങ്ങൾ അതിൽ ചരിത്രപരമായിട്ടുള്ള ആധികാരം നഷ്ടപ്പെടുന്ന ഒരു വലിയ ഒരു സംഭവമാണ്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സുവിശേഷങ്ങൾ രേഖപ്പെടുത്താൻ നമ്മുടെ മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുന്നത്. ഈ കൾച്ചറലായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയുള്ള സുവിശേഷത്തിൻ്റെ സ്പെസിഫിസിറ്റി, അതെ, ആ കാലഘട്ടത്തിലെ സംസ്കാരത്തെ പ്രതി അതിൽ നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും. ഒന്ന്, ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള വാഷിംഗ് സെറമണി. എന്താണ് ഒരു ക്രൈസ്തവനൊക്കെ കൂടുതൽ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളത് കർത്താവ് കാനായിലെ കല്യാണത്തിന് പോയപ്പോൾ കൽഭരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ പ്രസംഗങ്ങളിലും മറ്റും കേൾക്കുമ്പോഴാണ് ഈ കൽഭരണങ്ങളൊക്കെ അവരുടെ വാഷിംഗ് റിച്വൽസിന് വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്താണ് സാംസ്കാരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് സുവിശേഷങ്ങൾ വഴി? അത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ പറയുന്നത് ഈ റോമൻ സാമ്രാജ്യത്തിലെ ഒരു ചെറിയൊരു പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം മറ്റിടങ്ങളിൽ നിന്ന് വ്യക്തികൾ എഴുതുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ സംസ്കാരത്തെ വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആളുകൾ ആ സംസ്കാരത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കണമെന്നില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ശുദ്ധീകരണ നിയമങ്ങൾ, യഹൂദന്മാരുടെ ഇടയിലുള്ള ശുദ്ധീകരണ നിയമങ്ങൾ, അതാണ് ബ്രദർ പറഞ്ഞത്. അവിടെ മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യം 7-4 അങ്ങനെയുള്ള പല വേദഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശുദ്ധീകരണ നിയമങ്ങളെ അനുസരിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കൈ കഴുകൽ, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണ പ്രക്രിയകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ കാൽ കഴുകുന്ന കൽപ്പനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം. അപ്പം ഈ പ്രാക്ടീസസ് നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള മറ്റ് രചനകൾ, ചാവുകടൽ ചുരുളുകൾ, അതുപോലെ തന്നെ ജോസിഫസിൻ്റെ രചനകൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ശുദ്ധീകരണ നിയമങ്ങൾക്ക് അക്കാലത്തെ യഹൂദന്മാർ എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ചാവുകടൽ ചുരുളുകളിൽ ആ കമ്മ്യൂണിറ്റിയുടെ നിയമങ്ങളുണ്ട്, ആ സമൂഹത്തിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു രചനയുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ശുദ്ധീകരണ നിയമങ്ങൾക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ശുദ്ധീകരണ നിയമങ്ങളെക്കുറിച്ച് അവിടെ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ സംസ്കാരത്തെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നു സുവിശേഷങ്ങൾ. അതെങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നത് നോക്കുക. ഇപ്പം കൽബറിന്റെ കാര്യം തന്നെ നല്ലൊരു ഉദാഹരണമാണ്. കൽബറിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു മനഃപൂർവ്വമായിട്ട് എഴുതിയല്ല, സാന്ദർഭികമായൊരു പരാമർശമാണ്, തികച്ച സാന്ദർഭികമായ പരാമർശമാണ്. അങ്ങനെ ഒരു പരാമർശം വരണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ പ്രദേശത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ മാത്രമേ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള സാന്ദർഭിക പരാമർശം
കടന്നു വരികയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സാന്ദർഭിക പരാമർശങ്ങൾ ചരിത്രപരമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വലിയ പ്രസക്തിയുണ്ട്. കാരണം ഒരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നില്ല, കാര്യങ്ങൾ വിവരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ, പരാമർശങ്ങളാണ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഈ പഠനത്തിൽ തന്നെ വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു സംഭവം, മർക്കോസിൻ്റെ ലേഖനത്തിനകത്ത് കർത്താവ് ഈ സന്നിധിന് മുന്നിൽ വിചാരണയ്ക്കിടെ വന്നിരിക്കുന്ന മർക്കോസിന്റെ അവസാന ഭാഗങ്ങൾ. അപ്പോൾ അവിടെ യേശു ദൈവദൂഷണം പറഞ്ഞുവോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ ആ ഭാഗം വരുമ്പം ഈ മഹാപുരോഹിതൻ ചോദിക്കുന്നുണ്ട്, ആർ യു ദ മെസ്സായ ദ സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ? അതായത് നീ മലയാളത്തിൽ വരുമ്പം അനുഗ്രഹിക്കപ്പെട്ടവെന്ന് നമുക്ക് തന്നെ തർജ്ജമ ചെയ്യുന്ന വരാം, ദ ബ്ലെസ്സഡ് വൺ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്, സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ. അപ്പോൾ ചോദ്യം നമുക്കതിന് വളരെ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ ദൈവപുത്രനാണോ എന്നുള്ളതാണ് അവിടെ ചോദ്യം, ദൈവത്തിൻ്റെ പുത്രനാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ മർക്കോസ് സുവിശേഷങ്ങളെ മറ്റു പല ഭാഗങ്ങളിലെല്ലാം സൺ ഓഫ് ഗോഡ് എന്ന ടൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ ചോദ്യത്തെ പറ്റി ചോദിക്കുമ്പോൾ മർക്കോസ് ചോദിക്കുന്നത് സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു തികച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മറ്റെല്ലാ ഭാഗത്തും സൺ ഓഫ് ഗോഡ് എന്ന് ഉപയോഗിച്ച മർക്കോസ് ഇവിടെ വരുമ്പോൾ സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ എന്ന് ചോദിച്ചിട്ടുള്ളത്? അത് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിന് ഇടുന്ന പശ്ചാത്തലം, ആ സന്നദ്രിൻ്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് യേശു ദൈവദൂഷണം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ വേണമെങ്കിൽ ചോദിക്കും, നീ ദൈവമെന്ന് സ്വയം വിശേഷിപ്പിച്ചോ എന്ന് ഒരാൾ ദൈവദൂഷണം പറഞ്ഞ് ചോദിക്കാം. പക്ഷേ അന്നത്തെ യഹൂദന്മാർ ദൈവമെന്ന് പോലും വായിന്ന് പറയത്തില്ല, കാരണം അങ്ങനെ പറയുന്ന ദൈവദൂഷണമാണ്. അപ്പം ഒരാൾ ദൈവദൂഷണം പറഞ്ഞുവോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് പോലും നീ ദൈവം എന്ന് പറഞ്ഞുവോ അല്ലെങ്കിൽ നീ യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് പോലും ചോദിക്കത്തില്ല. അപ്പം അവിടെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ മഹാപുരോഹിതൻ യേശു ദൈവദൂഷണം പറഞ്ഞോ ഇല്ലയോ എന്നത് ചോദിക്കാൻ വേണ്ടി മഹാപുരോഹിതൻ തൻ്റെ വായിൽ നിന്ന് ദൈവം എന്ന വാക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു റിപ്ലേസിങ് ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ. അപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലായി മഹാപുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. പക്ഷേ താൻ ദൈവം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. അത് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്. വീണ്ടും സാന്ദർഭികമായിട്ട് അത് മഹാപുരോഹിതൻ അത് പറഞ്ഞങ്ങ് പോകുന്നു. പക്ഷെ അത് ആ ദേശത്തെയും റോമൻ നിയമമല്ല, ആ പ്രാദേശിക നിയമത്തിൻ്റെ ചിട്ടാവട്ടങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ പ്രസക്തി മനസ്സിലാത്തുള്ളൂ. അപ്പോൾ അത് വീണ്ടും സാന്ദർഭികമായിട്ട് വരുന്ന മറ്റൊരു ശക്തമായൊരു തെളിവാണ്. ഈ തരത്തിൽ മർക്കോസ് സുവിശേഷങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത് ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇത് സൺ ഓഫ് ഗോഡ് ആണ് ബാക്കി എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആ സന്ദർഭത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഉത്തമ ബോധ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വളരെ വ്യക്തമായൊരു പരാമർശമാണ്. ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് അവിടെ മഹാപുരോഹിതൻ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു, സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു, സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രം, കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ സുവിശേഷങ്ങളുടെ ആധികാരികതയെ തെളിയിക്കുന്ന മറ്റു നിരവധി പരാമർശങ്ങൾ, വ്യക്തമായിട്ടുള്ള തെളിവുകൾ, ഇത്തരത്തിലുള്ള കൊറാബറേഷൻ നമുക്കുള്ള കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന പല തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അതൊക്കെ ഇത് പറഞ്ഞത് വളരെ കോൺട്രവേഴ്ഷ്യലും അക്കാഡമിക്കും ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഇറങ്ങിത്തിരിക്കാൻ തന്നെ വായിക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ അതിൻ്റെ 1 മണിക്കൂർ എന്നുള്ള നമുക്ക് മാക്സിമം ലിമിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എത്ര പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ നമ്മൾ തിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്ന ചിലതാണ്. പക്ഷെ അവിടെ എനിക്ക് ബാക്കി ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പറയേണ്ടത്, എൻ്റെ കൈവശം ഇരിക്കുന്ന പുസ്തകം നസ്രയനായ യേശു സംശയത്തിൻ്റെ നിഴലിൽ, നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ പുസ്തകം ഇന്നത്തെ അടിയിൽ കൊടുത്തിരിക്കുന്ന പേര് ഡെനിസ് സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് നല്ല പരിചയമുള്ളൊരു പേരാണല്ലോ എന്നുള്ളത്. അപ്പം ഡെനിസ് ചാൻ എഴുതിയേക്കുന്ന ആദ്യത്തെ പുസ്തകം വളരെ ഇത് പുസ്തകം ഓടിച്ചു വിട്ട് നോക്കിയപ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് വളരെ അക്കാഡമിക്കായിട്ട് ഗവേഷകൻ്റെ ആ ഒരു ചിട്ടവട്ടം, ആ രീതിയുമെല്ലാം കാണിക്കുന്ന രീതി തന്നെ ആഴത്തിൽ എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. നമുക്ക് ഇപ്പം കൂടുതലായിട്ട് പറയുന്ന സമയമില്ലെങ്കിലും ഒരു സാധാരണക്കാരൻ ഇത് എടുത്തു വെച്ച് വായിച്ച് ഈ പുസ്തകം മനസ്സിലാക്കാൻ സാധിക്കുമോ? രണ്ടാമത്, എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര പഠനങ്ങൾ പല നൂറ്റാണ്ടുകളായിട്ട് പാശ്ചാത്യ ലോകം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആ ചരിത്ര പഠനത്തിൻ്റെ ഒരു ചരിത്രം, അതിലാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് അത്തരത്തിലുള്ള ചരിത്ര പഠനങ്ങൾ നടത്തുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ചരിത്ര പഠനത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ്, അതാണ് പിന്നീട് വിശദീകരിക്കുന്നത്. പിന്നീട് ആ രീതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ, പ്രധാനമായിട്ടും കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എങ്ങനെയാണ് ആ രീതിശാസ്ത്രം അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്
വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ. അപ്പോൾ അതിൽ ഒരു അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സുവിശേഷങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പല തെളിവുകൾ ഞാൻ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ ലഭ്യമാണ്, ഓൺലൈൻ ലഭ്യമാണ്. pothi.com അതാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമുക്ക് എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടുന്നത്. പിന്നെ അതുപോലെ കോബോ ബുക്സിൽ നിന്ന് ഇ ബുക്കായിട്ട് കിട്ടും, ഗൂഗിൾ ബുക്സിൽ നിന്നും ഇ ബുക്കായിട്ട് ലഭ്യമാണ്. ഗൂഗിൾ ബുക്സിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ എൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തെളിവുകൾ വളരെയുണ്ട്. ഇപ്പം പലരും തന്നെ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പലരും അതിനെ എന്താ പറയുക കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം വ്യത്യസ്ത വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ കൊറാബറേഷൻ ഉള്ളത്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ തന്നെ എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കൊറാബറേഷൻ ഉണ്ടെന്നും അത് എത്രത്തോളം സങ്കീർണമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പട്ടണം എന്ന രീതിയിൽ തന്നെ ഒരു ജസ്റ്റ് സംക്ഷിപ്ത രൂപത്തിൽ എത്തിച്ചു. പക്ഷേ പട്ടണങ്ങൾ, ജലതടാകങ്ങൾ, അങ്ങനെയുള്ള എല്ലാത്തിനും അത് പ്രസക്തമായിട്ടുള്ളതാണ്. വഴികൾ എല്ലാം പ്രസക്തമായിട്ടുള്ളതാണ്. ഞാൻ പുസ്തകത്തെ പറ്റി എനിക്കറിയാം, ഡെനിഷൻ ഞാൻ അതിൻ്റെ അധികം പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നുകൂടി ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രെയിമിൽ കാണാവുന്നതാണ് ഈ പുസ്തകം. ഈ കവർ പേജ് അവിടെ കണ്ടാൽ നിങ്ങൾക്കിത് കൈവശം എടുക്കാവുന്നതാണ്. ഇത് പറയേണ്ട സമയം ഞാൻ എക്കണോമിക്സ് അത് ഞങ്ങൾ റിസർച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതുമ്പം ഞങ്ങൾ ഒരാളുടെ ഫുട് നോട്ട്സ് കാണുമ്പം നമുക്കറിയാൻ സാധിക്കും എത്ര കാര്യമായിട്ടുള്ള ഗവേഷണം ചെയ്ത് എഴുതിയിട്ടുള്ളതെന്നുള്ളത്. അതിനകത്ത് വളരെ വ്യക്തമാണ്. ഞാനത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊരു പ്രമുഖനായ ഒരു നിരീശ്വരവാദി വക്താവ്, അദ്ദേഹം ഒരു പുസ്തകം അടുത്തിടയ്ക്ക് ഇറക്കി. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം എനിക്ക് എടുത്ത് നോക്കാൻ സാധിച്ചു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിലെ റെഫറൻസും ഇൻടെക്സ്റ്റ് സൈറ്റേഷനും എല്ലാം വല്ലാത്ത പരിധി കിടക്കുന്നു. ചിലയിടത്ത് APA സ്റ്റൈല്, ചിലയിടത്ത് ചിക്കാഗോ സ്റ്റൈല്, പല രീതി കിടക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇത് പല രീതിയിലാണല്ലോ ഇതിൻ്റെ റെഫറൻസ് സൈറ്റേഷൻ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പബ്ലിഷേഴ്സ് എന്തോ ചെയ്ത് വിട്ടതാണെന്ന്. അപ്പം അദ്ദേഹം ആ പുസ്തകത്തിന് കൊടുത്ത വിലയും ആ റിസർച്ചിന് കൊടുത്ത വില അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് പുസ്തകം വായിക്കുന്ന നിരീശ്വരവാദി സുഹൃത്തുക്കൾ അതിനെ വലിയ വിലയെ കാണും. അപ്പോൾ നമ്മൾ ക്രൈസ്തവരും ഇങ്ങനത്തുള്ള പുസ്തകങ്ങൾ, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം നമുക്കുള്ളത് വളരെ ഒരു അഭിമാനമാണ്. എൻ്റെ അറിയപ്പെട്ടിടത്തോളം ഈ ഒരു രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകവും മലയാളത്തിൽ നിന്ന് വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇനിയും വരണമെന്നാണ് നമ്മുടെ ഇനിയും ധാരാളം രചനകൾ വരണം നിശ്ചയമായിട്ടും. അപ്പോൾ നമ്മളൊരു സെക്യുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവരിലേക്ക് കൂടുതൽ എത്തണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വന്നാൽ എത്രത്തോളം വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സാധൂകരണം പിന്തുണയ്ക്കുന്ന തെളിവുകൾ ബാഹ്യമായി ലഭ്യമാണ്. അത് എത്രത്തോളം അത് സങ്കീർണമായ നിലവിൽ ലഭ്യമാണ്. ഈ വഴികളെക്കുറിച്ച് പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അപ്പം അത് വിശദമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് എത്രത്തോളം സുവിശേഷങ്ങളെ സാധൂകരിക്കുന്നു, സുവിശേഷങ്ങളുടെ ചരിത്രപരതയെ സാധൂകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റ് വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകാൻ പറ്റും. വ്യക്തികളുടെ പേര് അത് വളരെ യൂണീക്ക് ആയിട്ടൊരു റിസർച്ചാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് പേരുകൾ വായിക്കാം. ഡെൻഷൻ കേട്ടിട്ട് പരിചയമുള്ള പേരുകളാണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസ് ആണ് വായിക്കുന്നത് ആക്യുറേറ്റ് ആയിരിക്കാൻ വേണ്ടി. ലാസറസ്, സബറ്റായസ്, ജോസഫ്, ഡോസത്തേയസ്, പാപ്പസ്, ടോളമായസ്. ഇത് കേട്ടിട്ട് വല്ല പരിചയമുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ വല്ല പേരോ അങ്ങനെ വല്ലതും തോന്നുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ആരുമില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള പേരുകൾ കേട്ടിട്ടില്ല. ഈ പേരുകൾ ഈജിപ്തിൻ്റെ പ്രദേശത്ത്, അത് 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെ പ്രദേശത്തുള്ള യഹൂദന്മാരുടെ ഇടയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള പേരുകളാണ്. ഈജിപ്റ്റ് ഓക്കെ, ഈജിപ്തിൻ്റെ പ്രദേശത്ത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അറിയില്ല. ഇപ്പോൾ നാട്ടിൽ ചിലയിടത്ത് ചെല്ലുമ്പം എൽദോ എന്നുള്ള പേര് ആ പ്രദേശം വളരെ കോമൺ. ചില പ്രദേശങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈജിപ്തിലെ യഹൂദന്മാരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള പേരുകളാണ്. എന്നാൽ അതേസമയം ഈ ഇസ്രായേൽ പലസ്തീൻ്റെ പ്രദേശത്തുള്ള യഹൂദന്മാരുടെ ഇടയിലുള്ള പോപ്പുലർ ചില പേരുകൾ ഞാൻ വായിക്കാം. അത് സൈമൺ, ജോസഫ്, ലാസറസ്, ജൂഡാസ്, ജോൺ, ജോഷുവ അല്ലെങ്കിൽ ജീസസ്. ജോഷു എന്ന വാക്കിൻ്റെ ഒരു വേരിയേഷനാണ് ജീസസ്, അല്ലെങ്കിൽ അനനയസ്. ഇത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരുകളാണ്. ഇതിൽ രസകരമായിട്ടുള്ളത്, ഇത് ഇൻഡെപ്തായിട്ട് ഇഷ്ടംപോലെ പോകാമെന്നൊരു പോയിൻ്റാണ്. അപ്പം ഈ പേരുകൾ നമുക്ക് കേട്ടപ്പോൾ ഏകദേശം എന്തൊക്കെ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. ടാലിലാൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്കോളർ, അവർ ഈ പേരുകളെ പറ്റി ഗവേഷണം നടത്തുകയാണ്. അവരുടെ പ്രൊഫഷൻ എന്താണ്? അവർ ഏത് മേഖലയിലാണ് അവരുടെ ഗവേഷണം? ഒരു പുരാവസ്തു മെയിൻ ഗവേഷണമാണ്. ഒരു ജർമ്മൻ റിസർച്ചറാണ് അവർ. അപ്പം അവർ ചെയ്തത് 1-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പേരുകളെ പറ്റിയൊരു റിസർച്ചും അതായത് അവരുടെ എൻഡ് റിസൾട്ട് മെയിനായിട്ട് വന്നത് പേരുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്തത് ഈ ശവകുടീരങ്ങൾ, ശ്മശാനങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള പേരുകളൊക്കെയാണ് അവർ കളക്ട് ചെയ്തത്.
അപ്പോൾ അവരങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പലസ്തീൻ്റെ പ്രദേശത്ത് വളരെ കോമൺ ആയിട്ടുള്ള പേരുകൾ, അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലുള്ള യഹൂദന്മാരുടെ പേരുകൾ ലഭിക്കുന്നത്. അപ്പം അവരൊരു ലിസ്റ്റിനകത്ത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പേര്, അത് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ എന്നൊരു ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രചാരത്തിലുള്ള പേരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്ന പേരുകൾ. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം തിരുവല്ലയുടെ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ക്രൈസ്തവരെ കൂട്ടത്തിലെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന പേര് ചിലപ്പോൾ വർഗീസ് എന്നതിലായിരിക്കും. പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ചിലർക്ക് കഴിഞ്ഞാൽ എൽദോ എന്നുള്ള പേരായിരിക്കും ഏറ്റവും പോപ്പുലർ. അപ്പം നമുക്ക് ആ പ്രദേശത്തെ പേരിൽ പോപ്പുലാരിറ്റി വെച്ച് കാണിക്കാൻ സാധിക്കും. അപ്പം അവർ ഈ ഒരു ലിസ്റ്റ് പുറത്തു കൊണ്ടിരുന്നു. ഇതിനെപ്പറ്റി ക്രൈസ്തവ ഗവേഷണ ബാക്കി പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഈ കാണിച്ച ലിസ്റ്റിലെ ഒരു പോപ്പുലാരിറ്റിക്ക് ഒരു ഇൻഡെക്സ് ഉണ്ട്. അതായത് ഇന്ന പേരാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ, അത് കഴിഞ്ഞിട്ട് ഇന്ന പേരാണ് ഏറ്റവും കുറഞ്ഞ പോപ്പുലർ. ആ സെയിം പെർസെൻറ്റേജിൻ്റെ പ്രൊപ്പോർഷനാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. അതായത് ഈ ഈജിപ്തിൽ ഞാൻ ഈ വായിച്ച പേരാണല്ലോ ഇപ്പം ഡോസത്തേയസ് പാപ്പസ് എന്ന് പറഞ്ഞത്, അത് യഹൂദ പ്രദേശത്ത് പോപ്പുലറേ അല്ല, അത് പട്ടികയിൽ പോലും വരുന്നൊരു സംഭവം അല്ല. അതല്ല അങ്ങനെ ചിലപ്പോൾ വിരളമായിട്ട് 1-2 ആൾക്കാർക്ക് വല്ല പേര് കാണത്തുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പേര് സുവിശേഷങ്ങളിൽ എങ്ങും കാണുന്നില്ല. എന്നാൽ യഹൂദയുടെ ആ ഇസ്രായേൽ പലസ്തീൻ്റെ പ്രദേശത്ത് പോപ്പുലർ ആയിട്ടുള്ള പേരുകൾ അതേ പ്രൊപ്പോർഷനിലാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് സീമോൻ എന്ന പേര് വളരെ പോപ്പുലർ. ലാസറസ് നമ്മൾ വളരെയധികം എടുത്ത് കാണുന്നു. യേശു എന്നുള്ള പേര് പിന്നീട് പോയിന്റ്സ് അത് എടുത്ത് കാണിക്കുന്നതാണ്. അനന്യാസ് എന്നുള്ള പേര് വളരെ പോപ്പുലറായിട്ട് കാണുന്നു. അപ്പം നമ്മളിത് സുവിശേഷങ്ങൾ വായിച്ചു പോകുമ്പോൾ നമ്മളിത് മനസ്സിലാക്കാത്തൊരു സംഭവമാണ്. പക്ഷെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രദേശത്തിന് വെളിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തെ താമസിക്കാത്ത, ഈ പ്രദേശത്തെ പറ്റി അറിയാത്ത, ഇവിടുത്തെ ആൾക്കാരുടെ പേരും ജീവിത രീതി യാതൊരു ബന്ധമില്ലാത്ത ഈജിപ്തിലും സിറിയയിലും നിന്നുള്ള ആൾക്കാർ ഈ വ്യാജമായിട്ടുള്ള സുവിശേഷങ്ങൾ എഴുതുകയായിരുന്നെങ്കിൽ നമ്മൾ ഈ ഈജിപ്തിലും മറ്റു കാണുന്ന പേരുകളായിരിക്കും കാണേണ്ടത്. അതിനെയാണ് മറ്റ് ഈ ഫോർജറീസ് ആയിട്ടുള്ള സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ് സുവിശേഷങ്ങളുടെ ചരിത്രപരതയ്ക്ക്. നമ്മളിപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളുടെ പേര്, കൊൽക്കട്ട നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിനകത്ത് തന്നെ ഇന്നൊക്കെ എളുപ്പമാണ്. ഇന്നൊരു പ്രദേശത്തെ ആൾക്കാരുടെ പേര് സംഭവം യാത്ര ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ അന്നൊക്കെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ദൂരത്തിരിക്കുന്ന ആൾക്കാരുടെ പേരും ഇതെല്ലാം ഗവേഷണം നടത്തി ഒരു വ്യാജമായ രേഖ എഴുതാന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ആൾക്കാർ ഇറങ്ങി തിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിലാണ് സുവിശേഷങ്ങൾ വന്നെന്ന് പറഞ്ഞത് വളരെയധികം അവിശ്വസനീയമാണ്. എന്നാൽ ഈ സ്ഥലങ്ങളെ പേരുമൊക്കെ അറിയാവുന്നവർ തന്നെയാണ് സുവിശേഷം എഴുതിയെന്ന് പറയുന്നത് തന്നെ വളരെയധികം വിശ്വസനീയമാണ്. അതിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്ലൂസ് എന്ന് പറഞ്ഞാൽ സൈമൺ എന്ന പേര് നമ്മൾ പറഞ്ഞു ആ പ്രദേശത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ്. അത് പോപ്പുലർ ആണെന്ന് സുവിശേഷകന്മാർക്കും അറിയാം, സുവിശേഷത്തിൻ്റെ രേഖകർത്താക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷീമോൻ്റെ പേര് രേഖപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ചില ഐഡൻറ്റിഫയേഴ്സ്, ഇത് ഏത് ഷീമോനാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ചില ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. അപ്പം സൈമൺ പീറ്റർ, സൈമൺ ദ സെലറ്റ്, സൈമൺ ദ ടാനർ, സൈമൺ ദ ലെപ്പർ, സൈമൺ ഓഫ് സൈറിൻ, കുറേനായ ഷീമോൻ എന്ന് പറഞ്ഞ് ഇത് ഏത് ഷീമോനെ പറ്റി പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ യേശുവിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. മത്തായി മറ്റ് ഭാഗത്തെല്ലാം ഇപ്പം മത്തായിയുടെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ മത്തായി മറ്റ് ഭാഗങ്ങളെല്ലാം ജസ്റ്റ് യേശു യേശു എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ മറ്റുള്ളവർ യേശുവിനെ പറ്റി പരാമർശിക്കുന്നത് മത്തായി രേഖപ്പെടുത്തുമ്പോൾ താൻ രേഖപ്പെടുത്തുന്നത് ജീസസ് ഫ്രം നാസറത്ത് ഇൻ ഗലീലി, ജീസസ് ദ ഗലീലിയൻ, ജീസസ് ഓഫ് നാസറത്ത്, ജീസസ് ഹു വാസ് കോൾഡ് ക്രൈസ്റ്റ്, ജീസസ് ഹു വാസ് ക്രൂസിഫൈഡ്. അതായത് അക്കാലത്തെ സമകാലികരൊക്കെ യേശുവിനെ പറ്റി പറയുമ്പോൾ ഏത് യേശു? മറ്റേ നസറത്തിലെ യേശു, ഗലീലക്കാരൻ യേശു, ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശു എന്ന് പറഞ്ഞ് ഇത് ഏത് യേശുവിനെ പറ്റിയാണ് പറയുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു. കാരണം എന്താ, ബാക്കിയുള്ളവർക്ക് കുറേ യേശു ഉണ്ട് അവിടെ. യേശു എന്നുള്ള പേര് അന്ന് പോപ്പുലർ ആയതുകൊണ്ട് എല്ലാവരും യേശു എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏത് യേശു ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. പക്ഷെ മത്തായി എഴുതുമ്പോൾ തനിക്കറിയാം താൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, തൻ്റെ ഓഡിയൻസ് അറിയുന്നത് താൻ യേശു എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ ബാക്കിയുള്ളവർ പറയുന്ന പരാമർശങ്ങളെ മത്തായി രേഖപ്പെടുത്തുമ്പോൾ ഇത് ഏത് യേശു ആണെന്ന് അവർ സ്വാഭാവികമായിട്ട് സ്പെസിഫൈ ചെയ്യും. അത് അവരെ പറയുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വീണ്ടും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. പക്ഷേ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വീണ്ടും കാണുന്നത് സുവിശേഷങ്ങളുടെ ചരിത്രപരത എന്നുള്ളത് അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പേരുകളുടെ പ്രചാരമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമീപകാലത്ത് നടന്ന ഗവേഷണങ്ങളിൽ നിന്നാണ്. അന്ന് അക്കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലുപെട്ടികളിൽ നിന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള പേരുകൾ ശേഖരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് ഏതാണ് പോപ്പുലർ നെയിം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയത്. അന്ന് ജീവിച്ചിരുന്ന ഒരാൾക്ക് പോലും ഇത്ര കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നടന്നൊരു സംഭവത്തിൻ്റെ വളരെ കൃത്യമായ ഒരു രേഖപ്പെടുത്തലിൽ മാത്രമേ ഈ നിലയിൽ വളരെ കൃത്യമായിട്ട് ആ ശതമാന കണക്ക് പോലും എത്ര പെർസെൻറ്റേജ് ആണ് ഒരു
പേര് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതിനോട് പോലും ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കൃത്യമായ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് നടന്ന സംഭവത്തിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ഒരു രചനയിൽ മാത്രമേ വരികയുള്ളൂ. ഈവൻ സ്ത്രീകളുടെ പേര് രേഖപ്പെടുത്തുമ്പോഴും ഈ സെയിം പ്രപ്പോർഷൻ കാണുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, പക്ഷേ സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്കത് കാണിക്കാൻ ഒരു ഓപ്ഷനകത്താണ്. ഇതാ തന്നെ ഡെനിഷൻ പറഞ്ഞപ്പോൾ തന്നെ എന്നെ പെട്ടെന്ന് തന്നെ ചിന്തിപ്പിച്ച വാക്ക് സ്വാഭാവികമായിട്ട്. നമ്മൾ മത്തായി, ലൂക്കോസ് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ കറക്റ്റ് പ്രൊപ്പോർഷനിൽ എഴുതുമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് യേശുവിനെ പറ്റി എഴുതിയ കാര്യം ഞങ്ങൾ അതേപടി രേഖപ്പെടുത്തുന്നു. വളരെ സ്വാഭാവികമായിട്ട്, അല്ലാതെ ദുരുദ്ദേശങ്ങളോടെയോ ഒരു അൾട്ടീരിയർ മോട്ടീവോടെ ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ട് അവർ രേഖപ്പെടുത്തുന്നത് തന്നെയാണ്. വളരെ നാച്ചുറലായിട്ട് ഇത് കാണുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാ, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില മൈനർ പോയിന്റ്സ് സ്വാഭാവികമായിട്ട് ആകസ്മികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നു. ഒരു കോയിൻസിഡൻസ്, എന്നാൽ രൂപകൽപ്പന ചെയ്ത് കൊടുക്കാതെ അല്ലെങ്കിൽ കൃത്രിമം കാണിക്കാതെ സ്വാഭാവികമായിട്ട് കാണുന്ന കോയിൻസിഡൻസ്. അതിനാണ് നമ്മുടെ അടുത്തൊരു പോയിന്റ്, അൺഡിസൈൻഡ് കോയിൻസിഡൻസ് എന്ന് പറഞ്ഞത്. ഇത് രൂപകൽപ്പന ചെയ്യപ്പെടാത്ത പൊരുത്തങ്ങൾ. ലിഡിയ മെഗ്രൂവിന്റെ വർക്കാണ് ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ. മറ്റു പല ക്രിസ്ത്യൻ സ്കോളേഴ്സും ഒക്കെ അതിനെ പരാമർശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഈ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രം ഉദ്ധരിക്കാം. ഈ അൺഡിസൈൻഡ് കോയിൻസിഡൻസ് എന്താണെന്നുള്ളത് എക്സാമ്പിൾ കൊടുക്കുന്നത് നമുക്ക് വളരെ മനസ്സിലാക്കാൻ സാധിക്കും. 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളൊന്നാണ് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം. അപ്പം ഈ അൺഡിസൈൻഡ് കോയിൻസിഡൻസ് നേച്ചർ എന്താണെന്നുള്ള ഇപ്പോൾ ഞാൻ കാണിക്കാം. മർക്കോസ് 6 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഭാഗത്തിൻ്റെ രേഖപ്പെടുത്തി വരുന്നത്. അപ്പോൾ അത് മർക്കോസ് പറയുന്നത്, വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായ്ക കൊണ്ട് എന്ന് പറഞ്ഞ് മർക്കോസ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ അത്രയും ആൾക്കാർ വന്നു പോയത്? മർക്കോസ് അത് പറയുന്നില്ല. മർക്കോസ് ആൾക്കാർ ഇങ്ങനെ വളരെയധികം ആൾക്കാർ വന്നു പോയെന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ചോദ്യം അവിടെ അവശേഷിക്കുന്നു. യോഹന്നാൻ 6 1 മുതൽ 13 വരെയുള്ള ഭാഗത്തിനകത്ത് ഈ അത്ഭുതത്തെ പറ്റി പറയുമ്പോൾ അവിടെ യോഹന്നാൻ പറയുകയാണ്, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് യോഹന്നാൻ തന്നെ പറയുന്നു, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അപ്പോൾ യോഹന്നാൻ വളരെ ഇൻഡയറക്ട്ലി നാച്ചുറലി താൻ ആ വിഷയത്തെ വിവരിച്ചു പോയപ്പം കുറേ രോഗികൾ വന്നിരുന്നു, പെസഹ പെരുന്നാളായിരുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു പോവുകയാണ്. അല്ല, യോഹന്നാൻ അവിടെ മർക്കോസ് അത് പറഞ്ഞതിന് ഒരു ഉത്തരമായിട്ട് ഞാൻ എഴുതുവാന്നെന്ന് പറഞ്ഞതല്ല യോഹന്നാൻ എഴുതുന്നത്. വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ടുപേരും ചില സംഭവങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ, ഞാൻ സ്പീഡിൽ വണ്ടി ഓടിച്ചു എന്നൊരാൾ പറയുന്നു. അപ്പം ഡെനിഷ തൻ്റെ വിവരണത്തിൽ അന്ന് പറയുന്നു, അന്ന് ഇറങ്ങിയപ്പം ഷൂട്ടിനെ പറ്റിയുള്ള ടെൻഷൻ ജേക്കബിനുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാവും, ഓക്കെ, എന്തൊരു ഇത്ര വെപ്രാളപ്പെട്ട് വണ്ടി ഓടിച്ചെന്നുള്ളതിന് തെളിവായി. പക്ഷേ രണ്ടുപേരാണ് പറയുന്നത്. രണ്ടുപേരും മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊറാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല അല്ല. അപ്പം അതാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. തീരുന്നില്ല, പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. യോഹന്നാൻ ഈ ഉത്തരങ്ങൾ നൽകുന്ന സമയത്ത്, പെസഹ ഉണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു പറയുന്ന സമയത്ത് യോഹന്നാൻ എഴുതുന്ന കാലത്ത് വീണ്ടും 2 ചോദ്യങ്ങൾ ഉദിച്ചിരുന്നു. ഒന്നാമത് നമുക്കറിയാം, യേശുവിൻ്റെ പ്രഥമ ശിഷ്യന്മാരായിട്ട് നമ്മൾ മെയിനായിട്ട് അറിയുന്ന ഇന്നർ സർക്കിൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവരാണ് മെയിൻ ആൾക്കാർ. പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ പണക്കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന യൂദാസ് ഇസ്കറിയോത്ത്. പിന്നെ എന്തെങ്കിലും ഇപ്പം യേശുവിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷ സമയത്ത് എന്തെങ്കിലും മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ മത്തായി വേണമെങ്കിൽ ഏൽപ്പിക്കാം. കാരണം നമ്മുടെ ഇടയിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പം കൂട്ടത്തിലൊരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണക്കാരി വന്നാൽ ഉടനെ ഈ അക്കൗണ്ട്സ് അല്ലേ നീ പറയുന്നു ഞാൻ പൊടി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും മാനേജ്മെൻറ്റ് കാര്യങ്ങളോ ഓർഗനൈസേഷനോ മൊബിലൈസേഷനോ വന്നെങ്കിൽ വേണമെങ്കിൽ മത്തായോട് ചോദിക്കാം, കാരണം ഇതൊക്കെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട്. പക്ഷേ ഈ 5000 ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ലാതിരുന്നപ്പോൾ യേശു ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത് ഇവർക്കുള്ള അപ്പം എവിടെ നിന്ന് കൊടുക്കണം എന്നുള്ളത്. എന്നിട്ട് ഉത്തരം പറയുന്നത് അന്ത്രയോസും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പ്രഥമ ശിഷ്യന്മാരെ ആരും മുന്നോട്ട് വരുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫിനാൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത യൂദാസിനോട് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടോ എന്നൊരു ചോദ്യമോ ഒന്നും അവിടെ കാണുന്നില്ല. വളരെ യൂണിക്കാണ്. ഫിലിപ്പോസിനോട് യേശു ചോദിക്കുന്നു, അന്ത്രയോസ് ഉത്തരം നൽകുന്നു. ഇതിനുള്ള ആൻസർ കിടക്കുന്നത് ലൂക്കോസ് 9:10 മുതൽ 17 ഭാഗത്തിനകത്ത്. ഈ അത്ഭുതപരിധി എന്തുകൊണ്ടാണ് ഫിലിപ്പോസിനെയും ഈ കാര്യങ്ങളെ ഏൽപ്പിച്ചതെന്നുള്ളതിന് ആ ഭാഗത്ത് ലൂക്കോസ് പറയുന്നത് ഈ അത്ഭുതം നടന്നത് ബെത്സേദയിലാണെന്നാണ്. അപ്പോൾ അന്നേരം നമുക്ക് പ്രത്യക്ഷത്തിൽ ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ ഈ അത്ഭുതം നടന്നത് ബെത്സേദയിലാണെന്ന് ലൂക്കോസ് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് യോഹന്നാൻ 1:44 അവിടെ യോഹന്നാൻ പറയുന്നത് ഫിലിപ്പോസും അന്ത്രയോസും ബെത്സേദയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു വന്ന പോയിന്റിനകത്ത് ഉള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു. അതിനുള്ള ഉത്തരം കിടക്കുന്നത് ലൂക്കോസ് ഈ അത്ഭുതത്തെ പറ്റി സ്വാഭാവികമായിട്ട് സാന്ദർഭികമായിട്ട് പരാമർശിച്ചൊരു കാര്യം, അതിനെ കണക്ട് ചെയ്ത് കിടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം തുടക്കത്തിൽ വീണ്ടും ഇവരാരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഏത് സ്ഥലത്തു നിന്നുള്ളതാണെന്ന് കാണിച്ചു കാണിക്കുന്നത്. അപ്പോൾ ആ തദ്ദേശീയരായതുകൊണ്ടാണ്
യേശു ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഫിലിപ്പോസിനാണല്ലേ ബത്സേദ അറിയാവുന്ന, അപ്പം ഇവർക്ക് ഈ 5000 പേർക്കുള്ള അപ്പം എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നുള്ളത് അത് ഫിലിപ്പോസിനത് സാധിക്കും, ആ പ്രദേശത്ത് നിന്നുള്ള അറിയാവുന്ന ആളെയുണ്ട്. അതുകൊണ്ട് അന്ത്രയോസ് ആ പ്രദേശത്തുള്ള ആളെയുണ്ട്. ഒരുപക്ഷെ ആ ബാലനെ ചിലപ്പോൾ ഒരുപക്ഷെ അന്ത്രയോസിനെ തന്നെ നേരിട്ട് അറിഞ്ഞിരുന്നേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ബാലൻ്റെ അപ്പമുണ്ട് എന്ന് തന്നെ അന്ത്രയോസ് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. വീണ്ടും അൺഡിസൈൻഡ് ആയിട്ടുള്ള കോയിൻസിഡൻസ്, വളരെ സ്വാഭാവിക സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾക്ക് സുവിശേഷങ്ങൾ അവിടെ ഇവിടെയായിട്ടുള്ള ലഭിക്കുന്ന ഉത്തരങ്ങൾ. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഈ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ കൊടുത്ത ഈ 5 അപ്പം അത് യവത്തപ്പമാണ്, ബാർലി ലോസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും അതിപ്പോൾ യവത്തപ്പായാലും പാലപ്പായാലും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. പക്ഷേ ആ യവത്തപ്പം എന്നുള്ള വളരെ നിസ്സാരമായിട്ടുള്ള യേശുവിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആ യവത്തിനൊരു പ്രസക്തി അവിടെ കാണുന്നില്ല. അപ്പം ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ഭക്ഷണം പോഷിപ്പിച്ചു, വർദ്ധിപ്പിച്ചു നൽകുന്നേ ഉള്ളൂ. പക്ഷേ ആ യവം ബാർലി ആയിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും ഒരു അൺഡിസൈൻ കോയിൻസിഡൻസ് കാണുന്നു. എന്തുകൊണ്ട് ബാർലി? വീണ്ടും അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്, യോഹന്നാനും മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ടായിരുന്നു. ഈ പുരുഷാരത്തെല്ലാം ഇരുത്തുന്ന സമയത്ത് പറയുന്നുണ്ട് ആൻഡ് ദേർ വാസ് എ ലോട്ട് ഓഫ് ഗ്രാസ് എന്നുള്ളത്. വീണ്ടും ആ അത്ഭുതമായിട്ട് യാതൊരു പ്രസക്തി ഇല്ലാത്ത, അവിടെ പുല്ലുണ്ടായിരുന്നെങ്കിലെങ്കിലും യേശു എന്ന അത്ഭുതത്തിന് നേരിട്ടൊരു ഒരു പ്രസക്തി ഇല്ലാത്തൊരു ഭാഗമാണ്. പക്ഷേ അത് അവരുടെ പരാമർശിച്ച് പോകുന്നു. അതിനും ഈ ഇൻ്റർ കണക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒന്നറിയാവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പെസഹ എന്ന ആഘോഷം നടക്കുന്നത്, ആചരണം നടക്കുന്നത് ഏപ്രിൽ മാസത്തോടനുബന്ധിച്ചാണ് പൊതുവെ നടക്കുന്നത്. അതുമാത്രമല്ല, ഏപ്രിൽ മാസത്തിന് മുൻപായിട്ട്, ഏപ്രിൽ മാസത്തിന് 5 മാസം മുമ്പായിട്ട് ബത്സേദയിൽ വളരെ കനത്ത മഴ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അത്രയും പുല്ലുമൊക്കെ തഴച്ച് വളർന്നിരിക്കുന്നത്, നല്ല മഴക്കാലം കഴിഞ്ഞിരിക്കുന്ന സമയം. അതുമാത്രമല്ല, പെസഹ നടക്കുന്നത് യവത്തിൻ്റെ ബാർലിയുടെ ഹാർവസ്റ്റിൻ്റെ ഒടുക്കത്തിലാണ്. അപ്പം നമുക്ക് ബാർലി ഹാർവസ്റ്റിനെ പറ്റി അറിഞ്ഞ കാര്യം, പെസഹ നടക്കുന്ന കാര്യത്തെ പറ്റി അറിഞ്ഞ കാര്യം, ആ പഠനത്തിൻ്റെ വെതറിനെ പറ്റി, കാലാവസ്ഥയെ പറ്റി നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം ചേർന്ന് നോക്കുമ്പോൾ മർക്കോസും യോഹന്നാനും വളരെ സ്വാഭാവികമായിട്ട് സാന്ദർഭികമായിട്ട് പരാമർശിച്ചു പോയ അവിടെ പുല്ലുണ്ടായിരുന്നു, അവർ കൊടുത്ത അപ്പം യവത്തപ്പമായിരുന്നു, ഫിലിപ്പോസിനോട് യേശു ചോദിച്ചു, അന്ത്രയോസ് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഇതെല്ലാം വളരെ സ്വാഭാവികവും സാന്ദർഭികമായിട്ട് ഇവർ പരാമർശിച്ചു പോകുന്നു എന്നുള്ളത് സുവിശേഷങ്ങളുടെ സ്വാഭാവിക സ്വഭാവമായ ബയോഗ്രഫീസിൻ്റെ, ചരിത്രപരതയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ ഈ ഭാഗം ഞാനൊക്കെ ഈ ഭാഗം വായിച്ചു പോയപ്പോൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇത് ചിന്തിക്കാൻ മനസ്സിലാവുന്ന എത്ര നാച്ചുറലായിട്ട് അവർ നടന്ന സംഭവങ്ങളെ വിശേഷിപ്പിച്ച് എഴുതിയതാണ്. അന്ന് ഇതൊന്നും ഒരിക്കലും അവർ ചിന്തിച്ച് കാണത്തില്ലായിരിക്കും. അന്ന് എഴുതിയ ഈ യവത്തപ്പെന്ന് മെൻഷൻ ചെയ്ത സംഭവം പിൽക്കാലങ്ങളിൽ ഒരു പ്രസക്തി ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അതായത് ഈ പറയുന്ന ഈ സുവിശേഷങ്ങളിൽ, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും പല പരാമർശങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ പരാമർശങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പരിശോധിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ വ്യക്തമാക്കുന്നതോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ജേക്കബ് പറഞ്ഞത്. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഈ സുവിശേഷങ്ങൾ താരതമ്യപ്പെടുത്തി ഈ നിലയിൽ അവിടെ നിന്നുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ബാഹ്യമായ അറിവ് ഇതെല്ലാം ചേർത്ത് വെച്ച് നാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് പൊരുത്തപ്പെടുന്നതായിട്ട് മനസ്സിലാകുന്നു. എന്നാൽ സുവിശേഷകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവശാസ്ത്രപരമായ വീക്ഷണവും അജണ്ടയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മർക്കോസ് യേശുവിനെ കുറിച്ച് ദാസനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വത്തിനാണ് ഊന്നൽ നൽകിയത്. പക്ഷെ അവരാരും തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ചരിത്രപരമായ പൊരുത്തങ്ങൾ കൊണ്ടുവന്ന് ആരെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്തണം, അത് വായിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെടും എന്നൊരു ലക്ഷ്യമോ അതിൻ്റെ ഒരു ആവശ്യമോ അവരുടെ രചനകളിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഈ സമീപകാലത്തും ഈ ആധുനിക നൂറ്റാണ്ടുകളിലല്ലാതെ ഈ നിലയിൽ ആരും തന്നെ വളരെ കൃത്യമായിട്ട് ഇതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ 1-ാം നൂറ്റാണ്ടിൽ അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പൊരുത്തങ്ങൾ മനഃപൂർവ്വമായിട്ട് അവർ കൊണ്ടുവന്നതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് വിശ്വാസികൾക്കാണ് പ്രധാനമായിട്ടും എഴുതുന്നത്, അവരിത് വിശ്വസിക്കുന്ന കാര്യമാണ് യേശുവിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണവും സൂക്ഷ്മവുമായ ഒരു പൊരുത്തം അവിടെ കൊണ്ടുവന്ന ആരെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് 2 വ്യക്തികൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൊരുത്തം കടന്നു വരിക സ്വാഭാവികമാണ്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പൊരുത്തം നമുക്കൊരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഈ സംഭവം വളരെ ആധികാരികമായ ചരിത്രപരമായൊരു സംഭവമാണെന്നുള്ളതാണ്. ഒരു കാലത്ത് പല ബൈബിൾ വിമർശകന്മാരും തള്ളിക്കളഞ്ഞിരുന്ന അത്ഭുതങ്ങളിലൊന്നാണ് ഈ കർത്താവായ യേശു ക്രിസ്തു 5 അപ്പം 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ള ആ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം അത് ഒരു പ്രകൃതിപരമായിട്ടൊരു അത്ഭുതമാണ്, നേച്ചർ മിറാക്കിളാണ്.
അപ്പോൾ അതിനെ പലരും തന്നെ തള്ളിക്കളഞ്ഞിരുന്നൊരു സംഭവമാണ്. പക്ഷെ അതിനെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൊരുത്തങ്ങളിലൂടെ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ സ്വാഭാവികമായൊരു വിവരണമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇതേപോലെ തന്നെ ചരിത്രകാരന്മാർക്കൊക്കെ അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്ന ഒരു സന്ദർഭമാണ് ഈ ലൂക്കോസ് സുവിശേഷത്തിനകത്ത്. ഞാൻ 2-3 പോയിന്റ്സ് നോട്ട് ചെയ്തത്, പക്ഷേ സമയപരിമിതി കൊണ്ട് ഒരെണ്ണം മാത്രം പറയാനുള്ള പോയിന്റ് സമയമുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് ക്വിരേനിയസ് എന്ന് പറയുന്ന ഒരു സിറിയൻ ഗവർണറെ പറ്റിയൊരു പരാമർശമുണ്ട്. അപ്പോൾ ലൂക്കോസ് പറഞ്ഞത് യോസഫും മറിയയും അവർ ബത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ കാരണം ഈ ക്വിരേനിയസ് എന്ന് പറയുന്ന സിറിയൻ ഗവർണർ ഒരു സെൻസസ് ആ കാലഘട്ടത്തിൽ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ജോസീഫസ് രേഖപ്പെടുത്തിയിട്ട് പറയുന്നത് ഇങ്ങനൊരു ഗവർണർ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം തൻ്റെ കർത്തവ്യം അനുഷ്ഠിച്ചിരുന്ന സമയം AD 5-6 എന്ന ഈ കാലഘട്ടത്തിലാണ്. അപ്പം ക്യൂരിയനസിൻ്റെ ടൈം ലൈൻ അവിടെയാണ് AD 5-6 എന്നുള്ളത്. ഇതേ യൂസിഫസ് തന്നെ രേഖപ്പെടുത്തുന്നത് ഹെറോദാസ് യേശു ജനിച്ചിരുന്ന കാലഘട്ടത്തിൽ വാഴുന്നു എന്ന് മത്തായി രേഖപ്പെടുന്ന ഹെറോദാസ് ഭരിച്ചിരുന്നത് BC കാലഘട്ടങ്ങളിൽ, അതായത് ക്യൂരിയൻസിന് 9 വർഷം മുമ്പ്, BC 3, അതാണ് ഞാൻ ചിന്തിച്ച കണക്ക്. BC 3 കാലഘട്ടത്തിലാണ് ഹെറോദാസിൻ്റെ ഭരണം അവസാനിക്കുന്നുള്ളതാണ്. അപ്പം മത്തായി പറയുന്നു ഹെറോദാസിൻ്റെ കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത്. ജോസഫസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ക്യൂരിയനിയസിന് 6 വർഷം മുമ്പായിട്ട്, അല്ല 9 വർഷം മുമ്പായിട്ട് ഹെറോദാസിൻ്റെ കാലം അവസാനിക്കുന്നു. ക്യൂരിയനിയസ് അധികാരത്തിൽ വന്ന് തൻ്റെ കർത്തവ്യം ഈ സെൻസസ് ഒക്കെ ചെയ്യുന്നത് AD 5-6 ഇടയ്ക്ക്. സ്വാഭാവികമായ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യമല്ലേ, എങ്ങനെ ശരിയാകും? കാരണം ഹെറോദസിൻ്റെ കാലത്ത് നടക്കുന്നു എന്ന് ഒരാൾ പറയുന്നു, എന്നാൽ ഹെറോദസിന് ശേഷം വന്ന ഒരു വ്യക്തിയുടെ കാലത്ത് നടക്കുന്നതായിട്ട് മറ്റൊരു രചനയിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും? അതും 9 വർഷത്തിന് ഗ്യാപ്പ്. യേശു ജനിച്ചു എന്ന് പറഞ്ഞ ഹെറോദാസിൻ്റെ സമയവും യേശു ജനിച്ച സമയത്തുള്ള സെൻസസ് തമ്മിൽ 9 വർഷത്തെ ഗ്യാപ്പ്. ഇതിൽ പ്രസക്തമുള്ളത് ഇതിന് ഉത്തരമില്ലാതെ ആയിരക്കണക്കിന് വർഷം ഈ ചോദ്യചിഹ്നമായിട്ട് കടന്നു. 19-ാം നൂറ്റാണ്ടിലെ ആർക്കിയോളജിക്കൽ സർവേ ഡിസ്കവറീസിൽ നിന്നാണ് ഈ പറഞ്ഞ ക്യൂരിയനിയസ് എന്ന പേരിൽ മറ്റൊരു സിറിയൻ ഗവർണർ, അദ്ദേഹം BC 11 മുതൽ ഹെറോദാസിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ താൻ അധികാരത്തിലിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് പിന്നെ ഒരു കോയിൽ നിന്നും ഒരു സ്റ്റാച്ചുവിൽ നിന്നൊക്കെ അത് പിന്നീട് സമർത്ഥിക്കുകയുണ്ടായി. അപ്പം ആ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ക്യൂരിയനിയസ് ഉണ്ടായിരുന്നോ, ഇവിടെ ഒരു സിറിയൻ ഗവർണർ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ ടൈം ഫ്രെയിമിൽ ഒരാൾ ഉണ്ടായിരുന്ന ഉത്തരം ലഭിച്ചു. പക്ഷേ പ്രസക്തമായിട്ടുള്ള പോയി കഴിഞ്ഞാൽ 2000 വർഷത്തോളം ഈ ചോദ്യം ചോദിച്ചിരുന്നമായിട്ട് നിലനിർത്തിയിരുന്നു. അപ്പോൾ 2000 വർഷത്തോളം അന്ന് ക്രൈസ്തവർ ചിന്തിച്ചു കാണും ലൂക്കോസിന് തെറ്റെന്നുള്ളത്. പക്ഷേ ഈ 2000 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ ഭാഗത്തെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ ഈ ഭാഗത്തെ വെട്ടിമാറ്റുകയോ ലൂക്കോസിനെ തിരുത്തുകയോ ചെയ്യുന്ന ഒരു ശ്രമം നടക്കുന്നില്ല. ലൂക്കോസ് എഴുതിയ കാര്യം ചരിത്രപരമാണെന്ന് തന്നെ ഉറച്ചു തന്നെ നിന്നു. അത് വർഷങ്ങൾക്ക് ശേഷം സത്യമാണെന്ന് തന്നെ തെളിയിക്കപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ചും ലൂക്കോസിനെ അവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ചരിത്രകാരൻ ജോസീഫസ് വളരെ ആധികാരികമായ നിലയിൽ ക്രൈസ്തവർ പോലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പരിചയമുള്ള രചനയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തി ലൂക്കോസിനെ ഒന്ന് ശരിയാക്കാം, അല്ല ലൂക്കോസിൻ്റെ രചനയെ ഒന്ന് ശരിയാക്കാമെന്ന് കരുതി ആരും ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, പല വിമർശനങ്ങൾക്ക് ശേഷം, പലരും തള്ളിക്കളഞ്ഞതിന് ശേഷം ഇതാ കൃത്യമായൊരു പുരാവസ്തു കണ്ടെത്തലിലൂടെ ആ സമയത്ത് ഈ പേരിൽ ഒരു ഗവർണർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. അത് ലൂക്കോസിൽ അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ പിന്നെയും നമ്മൾ കണ്ടുവരുന്ന സംഭവം തന്നെയാണ്. ലൂക്കോസ് പോളിട്ടാർക്ക് എന്ന പരാമർശം കൊടുക്കുന്നു. ഗവേഷകന്മാർ പറഞ്ഞു അങ്ങനെ ഒരു പരാമർശം, അല്ലെങ്കിൽ ഒരു പട്ടണത്തിൻ്റെ അധികാരികൾ ആരും പോളിട്ടാർക്ക് എന്ന് വിളിച്ചിട്ടില്ല, ലൂക്കോസ് തെറ്റെന്ന് പറഞ്ഞു. പിന്നെ ആർക്കിയോളജി നമ്മൾ മനസ്സിലാക്കുന്നു പോളിട്ടാർക്ക് എന്നൊരു പദവി ഉണ്ടായിരുന്നു. ലൂക്കോസ് പോലോസ് എന്ന് പറഞ്ഞ ആളെ ഒരു പ്രോകൗൺസിലായിട്ട് എന്ന തസ്തികയിൽ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരാളില്ലായിരുന്നു, അങ്ങനെ തസ്തികയില്ലായിരുന്നു. വീണ്ടും ആർക്കിയോളജി അതിനെ സാധൂകരിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു തെളിയിക്കുന്നു വരുന്നു. അപ്പോൾ ലൂക്കോസ് പലവട്ടം ചരിത്രപരമായിട്ട് ഒരു പ്രഗത്ഭനായ ചരിത്രകാരനാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് സാക്ഷ്യം ലഭിച്ച ഒരു ചരിത്രകാരനാണ്. അങ്ങനെ ഒരു ചരിത്രകാരനെ ദൈവം ഉപയോഗിച്ച് യേശുവിൻ്റെ ജീവിതചരിത്രം രേഖപ്പെടുത്തുന്നതിനെ പറഞ്ഞ തന്നെ ആധികാരികത നമുക്കൊക്കെ വളരെ അഭിമാനം നൽകുന്ന ഒരു വസ്തുതയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ജേക്കബ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി നമ്മളത് കൃത്യമായിട്ടൊന്ന് ശരിയായ നിലയിൽ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇവിടെ ലൂക്കോസ് എഴുതിയ കാര്യങ്ങൾക്ക് പിൽക്കാലത്ത് തെളിവുകൾ കിട്ടിയത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവ് കിട്ടിയതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അതൊന്നുകൂടി ഒന്ന് എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതെ, ഈ ക്യൂരിയനിയസിനുള്ള തെളിവ് ലഭിക്കുന്ന ഒരു കോയിനിൽ നിന്ന്, കോയിനൊക്കെ പുസ്തകം എഴുതുന്ന പോലെ ഒന്നും അങ്ങനെ ആരും ഉണ്ടാക്കി വിടുന്ന സംഭവമൊന്നുമല്ല, ഒരു ശില്പത്തിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ. പിന്നീട് ഈ പ്രോ കൗൺസിൽ എന്നുള്ള വാക്ക്, പോളിട്ടാർക്ക് എന്നുള്ള വാക്കൊക്കെ ഇൻസ്ക്രിപ്ഷൻ ശിലാസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന തെളിവുകളാണ്. അപ്പോൾ അതൊക്കെ അത്രയധികം റോക്ക് സോളിഡ് ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് വന്ന് ലൂക്കോസിനെ
താൻ ചരിത്രപരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞ് സാധൂകരിച്ച് പോകുന്നത്. അതും എത്ര വർഷങ്ങളിലെ കാത്തിരിപ്പിനൊടുവിലാണ് ലൂക്കോസിനെ വിൻഡിക്കേറ്റ് ചെയ്ത് ലൂക്കോസ് എഴുതിയ ചരിത്രപരമാണെന്നുള്ള തെളിവ് ശരിയാണ്, അത് ചരിത്രപരമായിരുന്നു എന്നുള്ളൊരു വസ്തുത തെളിയിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്ന തെളിവുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരെണ്ണമാണ് ഓറൽ കൾച്ചർ. ആ കാലഘട്ടത്തിലുള്ള വാമൊഴി സംസ്കാരത്തിൽ നിന്ന് നമുക്ക് പാരമ്പര്യത്തൊക്കെ മനസ്സിലാവുന്ന സംഭവം. അവിടെ എന്താണ് ഈ ചരിത്രപരമായിട്ടുള്ള പ്രസക്തി ഉള്ളത്? വാമൊഴി പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ചില ശതകങ്ങൾക്ക് ശേഷമാണ് സുവിശേഷങ്ങൾ രചിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ആ കാലയളവ് വരെ യേശുവിനെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, യേശുവിൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ വാമൊഴി പാരമ്പര്യങ്ങളായിട്ട് വാമൊഴിയിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരുന്നത്. സ്വാഭാവികമായിട്ടും പലരും ചിന്തിച്ചേക്കാവുന്നൊരു കാര്യം, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നാൽ അതെങ്ങനെയാണ് അതിനെ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയ്ക്ക് ഏത് രീതിയിൽ ആധികാരികമായിട്ട് കണക്കാക്കാൻ സാധിക്കും? അപ്പോൾ അത് യഥാർത്ഥത്തിൽ പല ചരിത്രകാരന്മാരുടെയും വീക്ഷണത്തിൽ 150 വർഷം വരെയുള്ള വാമൊഴി പാരമ്പര്യങ്ങൾ വരെ ആധികാരികമായി കണക്കാക്കാമെന്ന് പറയുന്ന മതേതര ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അത്രയും നീണ്ട കാലയളവിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്ന ഒരു 30 വർഷം 40 വർഷം ആ ഒരു ചെറിയൊരു കാലയളവാണ്. പക്ഷേ അവിടെ വളരെ പ്രസക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നടന്നതൊരു യഹൂദ പശ്ചാത്തലത്തിലാണ് ഈ വാമൊഴി പാരമ്പര്യ കൈമാറ്റം എന്ന് പറയുന്നത്. അതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാമൊഴി പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ആ വ്യക്തികൾ തന്നെ, ഇപ്പോൾ പൗലോസിൻ്റെ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്കുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ യേശു പറഞ്ഞ പ്രസ്താവനയും താൻ പറയുന്ന കാര്യവും തമ്മിൽ വേർതിരിച്ചാണ് വളരെ കൃത്യമായിട്ട് പൗലോസ് പരാമർശിക്കുന്നത്. അപ്പം ആ വാമൊഴി പാരമ്പര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും കൃത്യമായൊരു ബോധ്യത അന്നത്തെ സുവിശേഷകന്മാർക്കുണ്ടായിരുന്നു, അന്നത്തെ ക്രിസ്തീയ പ്രചാരകർക്കുണ്ടായിരുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് എഴുതുമ്പോൾ കൊട്ടേഷനായിട്ട് കാണിച്ച് ഞാൻ പറയുന്നതും ഞാൻ കോട്ട് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം കാണിക്കുന്ന പോലെ. അതെ, കർത്താവിൽ നിന്ന് എനിക്കൊരു കൽപ്പനയുണ്ട്, അല്ലെങ്കിൽ ഇല്ല, കർത്താവ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഞാനിതാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി വേർതിരിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ വാമൊഴി പാരമ്പര്യങ്ങൾക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു, നമ്മൾ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് പൊതുവേ അതിനൊരു വിരുദ്ധമായിട്ട് നമ്മളതിന് പാരമ്പര്യത്തിന് വിരുദ്ധരാണ്, അല്ലെങ്കിൽ പാരമ്പര്യം ശരിയാണ്, അങ്ങനെ ഒരു രീതിയിലുള്ള പാരമ്പര്യമല്ല. അന്ന് നടന്ന സംഭവം വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ഒരു സംഭവം നടന്നു, പിന്നെ കുറേ വർഷങ്ങൾ, ഒരു 10-40 വർഷത്തിന് ശേഷം ആരോ ഒരാൾ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല. കാരണം യേശുവിനെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളും യേശുവിൻ്റെ പ്രസ്താവനകളും നിരന്തരമായിട്ട് സുവിശേഷകന്മാർ പലയിടങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ, പല സഭകളെ പ്രബോധിപ്പിക്കുമ്പോൾ ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന സ്മരണകളെക്കുറിച്ച്, ആവർത്തിക്കപ്പെടുന്ന വാമൊഴി പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, 2012 ജനുവരി 10-ാം തീയതി ജേക്കബ് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേക്കബിനൊന്നും ഓർമ്മയുണ്ടാവും? ഇല്ല. മറിച്ച് ജേക്കബിൻ്റെ ജീവിതത്തിൽ നടന്ന ഏതെങ്കിലും ഒരു നിർണായക സംഭവം നടന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ജേക്കബ് അന്ന് എവിടെയായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു എന്ന് ജേക്കബിന് പറയാനായിട്ട് സാധിക്കും. അപ്പം അതെന്തുകൊണ്ടാണ്? ആ സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആവർത്തിക്കപ്പെടുന്നു. കാരണം സംഭവത്തിന്റെ നിർണായകത കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, ഇപ്പൊ ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സമയത്ത് ഞാൻ എവിടെയായിരുന്നു, ഏത് വീട്ടിലായിരുന്നു, അത് ഏത് സമയമായിരുന്നു, ഈ ടി വിയിലേക്ക് എൻ്റെ കണ്ണ് എങ്ങനെയാണ് പതിഞ്ഞത് എന്നുള്ളത് പോലും എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയുണ്ട്. അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മെമ്മറിയാണ് ആ സംഭവം. പല സന്ദർഭങ്ങളിലും ഞാൻ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പല ഇടങ്ങളിൽ വായിക്കുമ്പോൾ ഞാനിത് ആവർത്തിച്ച് ഓർക്കുകയാണ്. എനിക്കതിന് ഓർമ്മയുള്ളത് ബോംബെയിലെ സെപ്റ്റംബർ തീവ്രവാദി ആക്രമണമായിരുന്നു. അന്ന് ഞങ്ങൾ പഴയ താമസിച്ച മുറി, ആ കട്ടിലിൻ്റെ ആ മൂലയിലിരുന്ന് ഞാൻ TV നോക്കുന്നു, നരിമാൻ ഹൗസിനെ പറ്റിയുള്ള ന്യൂസ് ഞാൻ കാണുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. അതെ, വളരെ സ്പെസിഫിക് ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾ അത്ര ഇമ്പാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ യേശു ചെയ്ത സംഭവങ്ങൾ നോക്കുക, അത്ഭുതങ്ങളാണ് ചെയ്തത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ്. അത് ആവർത്തിക്കപ്പെടുന്നു. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കും. കാരണം പല സംദർഭങ്ങളിൽ ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഓർക്കും. അങ്ങനെ ആവർത്തിക്കപ്പെടുന്നൊരു ഓർമ്മ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കൃത്യമായൊരു കേന്ദ്ര നേതൃത്വം, യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളായിട്ട് അപ്പോസ്തലിക ഒരു നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. അപ്പം വാമൊഴി പാരമ്പര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു നിയന്ത്രിതമായ
എന്താ പറയുക, ഫോർമലായിട്ടല്ല, ഔദ്യോഗികമായിട്ട് ആരെങ്കിലും യേശുവിനെ കുറിച്ച് ഈ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ എന്ന് ഔദ്യോഗികമായിട്ട് ആരും നിയന്ത്രണമൊന്നും കൽപ്പിച്ചിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായ നിലയിൽ നിയന്ത്രിതമായ ഒരു വാമൊഴി കൈമാറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി സുവിശേഷങ്ങളിൽ നമുക്കറിയാം യേശുവിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലകളിലാണ് ഈ സുവിശേഷന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി ചിത്രീകരിക്കപ്പെട്ടുള്ള സുവിശേഷങ്ങളിൽ വരുന്ന പൊരുത്തം എന്ന് പറയുന്നത് ഈ വാമൊഴി പാരമ്പര്യങ്ങളുടെ സ്ഥിരതയെ കാണിക്കുന്നതാണ്, സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതല്ല. ആ സംഭവങ്ങളും ആ പ്രസ്താവനകളും അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് വരുമ്പോൾ എല്ലാ സുവിശേഷങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത് ആ വാമൊഴി പാരമ്പര്യങ്ങളുടെ സ്ഥിരതയെ, സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതാണ്. അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒരു ഓർമ്മയാണ്, വളരെ ഇമ്പാക്റ്റുള്ള ഓർമ്മയാണ്, അനൗദ്യോഗികമായ നിലയിൽ നിയന്ത്രിതമായി പ്രചരിപ്പിക്കപ്പെട്ട ഓർമ്മയാണ്. മാത്രമല്ല, യേശുവിനെക്കുറിച്ചുള്ള ഈ സംഭവങ്ങൾ കേൾക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു സംഭവം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിനെ, കാരണം അന്നത്തെ സംസ്കാരം അതായിരുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള പല പഠനങ്ങൾ, പ്രത്യേകിച്ചും ഈ മധ്യേഷ്യയിൽ ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള വാമൊഴി സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഗവേഷകന്മാർ നടത്തിയ പഠനങ്ങളുണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വാമൊഴിയായിട്ട് കൈമാറുന്ന കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രിത സ്വഭാവം ഉണ്ടെന്നുള്ളതാണ്. ഒന്ന്, അത് പ്രചരിപ്പിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം. രണ്ട്, കേൾവിക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണം. അപ്പോൾ ഈ ആവർത്തിക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സംഭവത്തിനെ വേറെ രീതിയിൽ തിരുത്തി പറയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായി. ഇപ്പം വേൾഡ് ട്രേഡ് സെന്റർ തകർന്നത് അത് പ്ലെയിൻ അറ്റാക്ക് കൊണ്ട് തന്നെയാണ്. അതിനിപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതൊരു വേറെ രീതിയിൽ എന്തെങ്കിലും സംഭവമായിരുന്നു, ആരെങ്കിലും അതൊരു ടാങ്ക് കൊണ്ടുവന്ന് വെടിവെച്ചിട്ടാണെന്നൊക്കെ പറയാൻ സാധിക്കില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതും വളരെ പ്രചാരം സിദ്ധിച്ചാനുള്ള കാര്യമാണ്. അപ്പം മറ്റൊരാൾ വേറെ രീതിയിൽ വിശദീകരിച്ചാലും സ്വാഭാവികമായിട്ട് കേൾവിക്കാർ തന്നെ അത് തിരുത്തും. അപ്പം അത്തരത്തിലുള്ള നിയന്ത്രിതമായിട്ടുള്ളൊരു വാമൊഴി പാരമ്പര്യ കൈമാറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതൊരു പ്രസക്തമായ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രസക്തി ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് പറയുകയാണെങ്കിൽ, സുവിശേഷ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഉടനെ തന്നെ അവരത് എഴുതി രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു അത്. അത് ഈ വാചകങ്ങളിലൂടെ കൈമാറ്റപ്പെട്ട് എന്താ നടന്ന സംഭവം എന്നുള്ളതിങ്ങനെ പാരമ്പര്യം, നമ്മളതിന് ആ ഓറൽ ട്രഡീഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തലമുറകളിലൂടെ കൈമാറി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കൈമാറി പോകുന്ന രീതിയായിരുന്നു. യേശു നടന്ന സംഭവം എന്തായിരുന്നു, പറഞ്ഞ പ്രസംഗം എന്തായിരുന്നു, അതെല്ലാം കൈമാറി പോയി. പിന്നീട് അത് എഴുതപ്പെടുന്നവരെ അത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവരത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എഴുതപ്പെടുന്നവരെ. അവിടെ ഏറ്റവും പ്രസക്തമായിട്ട് നമ്മൾ ഒന്നും പറഞ്ഞു പോകേണ്ട ഒരു പോയിന്റ് ഈ അരാമ്യ ഭാഷയുടെ പ്രസക്തിയാണ്. യേശു സംസാരിച്ച ഭാഷ, പ്രസംഗിച്ച ഭാഷ അരാമ്യ ഭാഷയായിരുന്നു. പിന്നീടാണ് ഗ്രീക്ക് ഭാഷയിലൊക്കെ അത് സുവിശേഷത്തിൽ എഴുതപ്പെടുന്നത്. അരാമ ഭാഷയുടെ പ്രസക്തി ഇവിടെ എന്താണ്? കാരണം അരമായ ഭാഷയിലാണ് കർത്താവ് സംസാരിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ ഗലീലിയ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ കുറച്ച് ഗ്രീക്കും അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ഗ്രീക്കും കർത്താവിനും ശിഷ്യന്മാർക്കും ഒക്കെ അറിയാമായിരിക്കും. പ്രധാനമായിട്ടും അരമായ ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അരമായ ഭാഷയിലുള്ള പല പരാമർശങ്ങളും പല പ്രസ്താവനകൾ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബാല എഴുന്നേൽക്ക എന്ന് പറയുന്ന പരാമർശം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന അവിടെ തലീഥ കൂമി, അത് നമ്മുടെ മലയാളം ബൈബിളിൽ പോലും ആ രീതിയിലാണ് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണ സമയത്ത് ഏലി ഏലി ലമ ശബക്താനി എന്ന് പറയുന്ന ആ പ്രസ്താവന അരമായ ഭാഷയിൽ തന്നെയാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുവിശേഷങ്ങളിൽ കാണുന്ന ഈ അരമായ ഭാഷയുടെ സ്വാധീനം, ഇത് നേരിട്ടുള്ള പ്രസ്താവനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പരോക്ഷമായിട്ടുള്ള പല സ്വാധീനങ്ങളുണ്ട്. പല ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പലതും തന്നെ നമ്മൾ ബാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, അരമായ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല സങ്കീർണമല്ല, അത് കുറേ കൂടി നമ്മൾ വ്യാകരണത്തിലേക്കും അതിൻ്റെ ഗ്രാമറിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഡെപ്തിലേക്ക് പോകാത്തത്. പക്ഷേ ലളിതമായി മനസ്സിലാക്കിയാൽ അരമായ ഭാഷയുടെ വളരെ കൃത്യമായൊരു സ്വാധീനം സുവിശേഷങ്ങളുടെ രചനകളിൽ നേരിട്ടും അല്ലാതെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കാരണം ഇത് ഗ്രീക്കുകാർക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അത്ഭുതത്തെക്കുറിച്ച് വിവരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തു ആ ബാലികയോട് എന്താണ് പറഞ്ഞതെന്നുള്ളത് അരമായ ഭാഷയിൽ തന്നെ, കാരണം കർത്താവിൻ്റെ ആ ഒരു വാക്കിലാണ് അത്ഭുതം നടന്നത്. മനസ്സിലായി? അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞപ്പോഴാണ് അത്ഭുതം നടന്നത്? ആ പ്രസ്താവന ആ ഭാഷയിൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ അത്ഭുതം വിവരിക്കുന്നിടത്തെല്ലാം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ലോജിക്ക് മനസ്സിലായോ? കാരണം ആ വാക്കിലാണ് അത്ഭുതം നടന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ചെയ്ത ബാക്കി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഗ്രീക്കിൽ പറഞ്ഞാലും
ആ വാക്കിൻ്റെ ആ ഒരു ശക്തി, കർത്താവ് പറഞ്ഞ വാക്കിൽ അത്ഭുതം നടന്നതിന് അത് യേശു പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ വളരെ ഏറ്റവും നിർണായകമായ ദൈവശാസ്ത്രപരമായ വിശദീകരണം ആവശ്യം വരുന്ന ഒരു പ്രസ്താവനയാണ് ഏലി ഏലി ലമ്മ ശബക്താനി എന്നുള്ളത്. അത്രയും ആളുകളെ ചിന്തിപ്പിച്ച ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ആ പ്രസ്താവന അരമായ ഭാഷയിൽ തന്നെ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകളിൽ അത്രത്തോളം പതിഞ്ഞു കിടക്കുകയാണ്. ഗ്രീക്കിൽ വായിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഗ്രീക്ക് സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി സുവിശേഷം എഴുതുമ്പോൾ പോലും ഈ അരമായ ഭാഷ അതിൻ്റെ ഉള്ളിലേക്ക് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അത് എത്രത്തോളം സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ കൈമാറപ്പെട്ടു എന്നുള്ളതും ആ ഭാഷയുടെ സ്വാധീനം വന്നതിൽ നമ്മൾ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ വിവരണങ്ങളാണ്. അതിൻ്റെ തന്നെ ഓർമ്മകളുടെ കൈമാറ്റത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വിവരണങ്ങൾ രചിക്കപ്പെട്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ അങ്ങനെ അരമായിൽ എഴുതേണ്ട സവിശേഷമായ ഒരു ആവശ്യം അവിടെയില്ല. ആവശ്യമില്ല. ആശയകൈമാറ്റം മാത്രം ചെയ്താൽ മതിയായിരുന്നു. ആശയകൈമാറ്റം മാത്രം ചെയ്താൽ മതി. അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം ചില കാര്യങ്ങൾ അരമായിൽ രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ തന്നെ രേഖപ്പെടുത്തി, എന്തുകൊണ്ടതങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സുവിശേഷങ്ങളുടെ ചരിത്രപരതയ്ക്കുള്ള പല തെളിവുകൾ, അതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ നൽകിയത്. ആ തെളിവുകൾ നമ്മളെല്ലാം ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നമ്മളിപ്പോൾ അത് കവർ ചെയ്ത് പോയി. എന്നാൽ ഇനി അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്, ഈ ചരിത്രപരതയെ പറ്റി പറയുമ്പോൾ വരുന്ന ചില ഒബ്ജെക്ഷൻസ്, ചരിത്രപരത എന്നത് ശരിയോ, സുവിശേഷങ്ങൾ അങ്ങനെ ചരിത്രപരത ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും മറുപടിയായിട്ട് അല്ലെങ്കിൽ മറുവാദമായിട്ട് മുന്നോട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഓവർവ്യൂ ചെയ്യാനാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാത്തിലേക്കും നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കത്തില്ല. പക്ഷേ വളരെ രസകരമായിട്ട് വരുന്ന ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. അത് പറഞ്ഞത്, സ്പൈഡർമാനെ പറ്റി കോമിക് ബുക്സ് ഉണ്ട്. സ്റ്റാൻലി ക്രിയേറ്റ് ചെയ്ത സ്പൈഡർമാൻ കഥാപാത്രത്തെ കോമിക് ബുക്സ് ഉണ്ട്. അതിനകത്ത് ന്യൂയോർക്കിനെ പറ്റി പറയുന്നു, ഓരോ സ്ഥലങ്ങൾ, ഓരോ സ്ട്രീറ്റ് ഒക്കെ വിശേഷിപ്പിക്കുന്നു. അതൊക്കെ ചരിത്രപരമായിട്ട് അങ്ങനെയുള്ളതാണ്. ന്യൂയോർക്ക് സ്ഥലമുണ്ട്, അങ്ങനെ സ്ട്രീറ്റ് ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എന്നതുകൊണ്ട് സ്പൈഡർമാൻ എന്നൊരാൾ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാരും പറയത്തില്ല. അപ്പോൾ ഇതിനെ അവർ വിളിക്കുന്നത് സ്പൈഡർമാൻ ഫാലസി എന്നാണ്. അതായത് സ്പൈഡർമാൻ്റെ പുസ്തകത്തിനകത്തുള്ള ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളെയും വ്യക്തികളെ പറ്റിയുള്ള പരാമർശങ്ങൾ സ്പൈഡർമാൻ എന്നത് ചരിത്രപുരുഷനാണെന്ന് തെളിവല്ലാത്തതുപോലെ അവർ നമ്മളോട് ചോദിക്കുന്നത്, സുവിശേഷങ്ങളിനകത്ത് യെരുശലേമിനെയും ഗലീലയെ പറ്റിയും പേരുകളെ പറ്റി പറഞ്ഞൊക്കെ യേശുവിനെങ്ങനെ, അല്ലെങ്കിൽ യേശു എന്ന് പറഞ്ഞ ആൾ ചരിത്രപുരുഷനാണെന്നതിന് തെളിവാകും എന്നുള്ള ചോദ്യമാണ്. അപ്പം വളരെ രസകരമായിട്ട് ചോദ്യമാണ്, അല്ല നമുക്ക് ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ, അപ്പം അതിനുള്ള മറുപടി എന്താണ്? അതെ, അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പുരാതന കാലത്ത് നിന്നുള്ളൊരു പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചാൽ ആദ്യം നമ്മൾ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ ജോണർ, ഏത് രചനാശൈലിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയ വ്യക്തി ഏത് രചനാശൈലിയിലാണ് താൻ എഴുതുന്നതെന്നാണ് ആ രചനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ക്ലെയിമാണ് നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത്. ഈ രചനാശൈലി എന്ന് പറയുന്നത് കവിതയുണ്ട്, ഫിക്ഷൻ ഉണ്ടാകും, നോവലുകളുണ്ട്, ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പ്രസംഗ ശൈലിയുണ്ട്, അതെ, ഉപന്യാസമുണ്ട്, അങ്ങനെ പല ശൈലിയുണ്ട്, രചനാശൈലികളുണ്ട്, നോവലുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്നത്തെ കാലത്ത് എഴുതപ്പെട്ടിരുന്ന നോവലുകൾ കൂടുതലും തന്നെ പ്രേമകഥകളാണ്. നമുക്കറിയാവുന്നത് പ്രേമകഥകളാണ് ഗ്രീക്ക് സാഹിത്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നോവലുകളിൽ കൂടുതലും നോവലുകളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം വന്നത്, എൻ്റെ കയ്യിൽ രചന ലഭിച്ചു, എൻ്റെ കയ്യിൽ സ്പൈഡർമാനെ കുറിച്ചുള്ള ഒരു കോമിക് ബുക്ക് ലഭിച്ചു, എൻ്റെ കയ്യിൽ സുവിശേഷങ്ങൾ ലഭിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, രണ്ട് പുസ്തകത്തിലും ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്, ഏത് രചനാശൈലിയാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ അവലംബിച്ചിരിക്കുന്നത്? മറ്റു രീതിയിൽ പറഞ്ഞാൽ, താൻ എഴുതുന്നതിൻ്റെ ചരിത്രപരതയെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ അവകാശവാദം എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ സ്പൈഡർമാൻ പോയി. കാരണം സ്പൈഡർമാൻ അതോടുകൂടി പോയി. പിന്നെ നമ്മൾ സ്പൈഡർമാൻ്റെ അവിടെ ന്യൂയോർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയില്ല. കാരണം എന്താണ്, അത് എഴുതിയ ആള് ഇതൊരിക്കലും ഒരു ചരിത്രരചനയായിട്ടല്ല എഴുതിയെന്നുള്ളത് അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എഴുത്തുകാരൻ്റെ, പക്ഷേ ലൂക്കോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷം ആരംഭിക്കുമ്പോൾ? ഞാൻ നേരിട്ട് കണ്ട് ചോദിച്ചു വരുന്നതും, തിയോഫിലസ് നിനക്കൊരു ഓർഡർലി അക്കൗണ്ട് ഞാൻ എഴുതരുന്നു, ദൃക്സാക്ഷികളിൽ നിന്ന് ഞാൻ ലഭിക്കുന്ന നിനക്ക് എഴുതരുതെന്ന് തന്നെയാണ് ലൂക്കോസ് പറഞ്ഞത്. അപ്പം ചരിത്രമാണ് താൻ രേഖപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് ഒന്നാമത്തെ ക്ലെയിം അവിടെ തന്നെ സ്പൈഡർമാൻ ഫാലസി എന്ന് പറയുന്ന ഒബ്ജക്ഷൻ അവിടെ തന്നെ തീർന്നു. ഒന്നാമത്തെ പരിശോധന. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ രചനകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരണങ്ങളും മറ്റുമൊക്കെ ഈ റിയലിസം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആധുനിക പ്രതിഭാസം. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് സിനിമകളെ തന്നെ എടുക്കാം. അപ്പം ഈ
ആ സിനിമയുടെ ആരംഭകാലങ്ങളിലുണ്ടായിരുന്ന സിനിമകൾ, ഈ കാലത്തുള്ള സിനിമകൾ നമ്മൾ നോക്കിയിട്ട്, പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നതിന് ശേഷം സിനിമകളിലൊക്കെ വളരെ റിയലിസം വന്നിട്ടുണ്ട്. നാച്ചുറൽ ആക്ടിങ്, വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ, സ്വാഭാവികമായ ചിത്രീകരണം. മറിച്ച് നിങ്ങളൊന്ന് പുറകിലേക്ക് പോയി നോക്കി, ആ ഇത്തരത്തിലുള്ള സിനിമകളും മറ്റുള്ള രചനകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയലിസം അല്ല, അത് ഡ്രാമാറ്റിക് ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഫിക്ഷൻ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അത് സിനിമകളിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. അപ്പം ഈ ഫിക്ഷൻ റിയലിസ്റ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ അത് റിയലിസത്തെ റിഫ്ലക്റ്റ് ചെയ്തെന്നായിരിക്കണം എന്നുള്ളത് ഒരു ആധുനിക കാഴ്ചപ്പാടും അത്തരത്തിലുള്ള രചനകളും സിനിമകൾ പോലുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ നല്ലൊരു ഉദാഹരണമാണിത്. മലയാള സിനിമ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. കുറച്ച് പുറകിലേക്ക് ചിന്തിച്ചാൽ ഇന്നത്തെ ഇറങ്ങുന്ന സിനിമകൾ, ആധുനിക സമീപകാലത്തുള്ള പുതിയതായിട്ട് ഇറങ്ങുന്ന യുവ സംവിധായകരുടെയും പുതിയ സംവിധായകരുടെയൊക്കെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കാൻ, റിയാലിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിൽ എല്ലാത്തിനെയും മറികടക്കുന്ന ഒരു നായകനാണെങ്കിൽ ഇന്ന് ചില പ്രതിസന്ധികളും ഉള്ളിൽ താൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന ഒരു നായകനെ കാണുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് കൂടുതൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ഇംപ്രഷനാണ് അവിടെ നൽകുന്നത്. മാത്രമല്ല, ഈ സംഭാഷണങ്ങൾ പോലും സ്വാഭാവികമായ സംഭാഷണങ്ങൾ, സ്വാഭാവികമായ പരാമർശങ്ങൾ, സ്വാഭാവികമായ ശബ്ദങ്ങൾ. അപ്പം ആ ഫിക്ഷനിൽ റിയലിസം എന്ന് പറയുന്നത് അത് ആണ് അതിൻ്റെ മേന്മ എന്ന് ചിന്തിക്കുക. അത് ഒരു ആധുനികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് പണ്ടത്തെ ആളുകളെ സംബന്ധിച്ചുള്ള ഫിക്ഷൻ അവർ ഫിക്ഷനായിട്ട് തന്നെ എഴുതിയിരുന്നത്. അവരുടെ രചനാശൈലി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ അകത്ത് ചരിത്രപരമായ ആധികാരികത പ്രസക്തമല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. അതായത് ഇന്നിപ്പം നിങ്ങളൊരു സിനിമ കാണുന്ന കഴിയുമ്പം ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണെങ്കിൽ അവിടെ ഇങ്ങനെയുണ്ടോ, അപ്പോൾ അത് കറക്റ്റാണോ, അങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇനി സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ പുരാതന കാലത്തെ സംബന്ധിച്ചിടത്തോളം ആരും അവിടെ പോയി ഈ നോവലിൽ എഴുതിയിരിക്കുന്ന കാര്യം അവിടെ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നോ, അവിടെ അങ്ങനെ ആളിങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെ റിയലിസം വായനക്കാർക്ക് ആവശ്യമില്ലാത്ത നിലയ്ക്ക് അങ്ങനെ ഒരു റിയലിസത്തിന് വേണ്ടി ആരും അറ്റംപ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ ഒരു രചനയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അപ്പം അന്നത്തെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു, അന്ന് എന്താണ് എഴുത്തുകാർ ഏത് രീതിയിൽ എഴുതിയിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ പറയുന്ന വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചുള്ളൊരു പരാമർശമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചോ, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമോ ഒന്നുമല്ല. മറിച്ച് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, സ്ഥലം, സംസ്കാരം, പ്രദേശം, വ്യക്തികൾ, സംഭവങ്ങൾ, ഇങ്ങനെ വീണ്ടും അനവധിയുണ്ട്, പേരുകൾ, വാമൊഴി പാരമ്പര്യം, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന ബാഹ്യമായ സാധൂകരണവും ബാഹ്യമായ നിലയിൽ പിന്തുണയ്ക്കുന്ന തെളിവുകളുടെ ലഭ്യതയും, അത്തരത്തിലുള്ള നിരവധി തെളിവുകളുടെ സങ്കീർണമായ ഒരു കൺകറൻസ്, അല്ലെ, സങ്കീർണമായൊരു ഒത്തുചേരലാണ് ഈ സുവിശേഷങ്ങൾ ചരിത്രപരമായി ആധികാരികമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പം ഇതിനൊരു കൗണ്ടർ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഈ നിലവാരത്തിൽ സങ്കീർണമായ നിലയിൽ ബാഹ്യ സാധൂകരണവും പിന്തുണയുമുള്ള രചനകൾ ഫിക്ഷനായിട്ടുള്ളത് നിങ്ങൾ ഏത് കാലത്ത് കൊണ്ടുവരണം? 1-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഈ വാദഗതിക്ക് പ്രസക്തിയുള്ളൂ. പിന്നെ ഈ സ്പൈഡർമാൻ ഫാലസി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്താണത്? വൈക്കോൽ മനുഷ്യൻ എന്ന് പറഞ്ഞ് മലയാളത്തിൽ പലരും പറയുന്ന ഒരു യുക്തിരാഹിത്യമാണ്. കാരണം നമ്മൾ ഉന്നയിക്കാത്തൊരു വാദം നമ്മുടെ വായിൽ തിരികിയിട്ട് അതിനെ അവർ ഖണ്ഡിക്കുകയാണ്. വൈക്കോൽ മനുഷ്യൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ഫാലസി ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കുകയാണെങ്കിൽ, ഇത് പ്രഥമമായിട്ട് ഇത് ഡിബേറ്റുകളാണ് കാണുന്നത്. ഡെനീഷ്യൻ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ പറയണ, ഓ നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഡെനീഷ്യൻ പറയാത്ത കാര്യത്തെ ഞാൻ ഉദ്ധരിച്ചിട്ട് അതിന് മറുപടി പ്രസംഗവും ഖണ്ഡനം നൽകുകയാണ്. അത് ഡെനീഷ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കുന്നവർ ചിന്തിക്കുമ്പം ഡെനീഷ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ വളരെ സ്പഷ്ടതയോടെ ഖണ്ഡിച്ചു. ആൾക്കാർ ചിന്തിക്കും ഞാൻ ഡെനീഷ്യൻ്റെ പോയിന്റിനെയാണ് ഖണ്ഡിച്ചുള്ളത്. പക്ഷേ ഡെനീഷ്യൻ അങ്ങനെ പോയിന്റ് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഒരു സ്ഥാനത്തെ കെട്ടിപ്പടുത്തിട്ട് അതിനെ കയറിയാണ് ആക്രമിക്കുകയാണ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഞാൻ പറഞ്ഞ കാര്യത്തെ അല്ല എതിരാളി അതിനെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സ്പൈഡർമാൻ ഫാലസി എന്നത് തന്നെ ഒരു ഫാലസിയാണ്. ഇത് ഇവരുണ്ടാക്കിയ ഒരു ഫാലസിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഫാലസി എന്ന് പറയുന്നത് ലോജിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഫാലസിയാണ്. അപ്പോൾ സ്പൈഡർമാൻ ഫാലസി തന്നെ ഒരു ഫാലസിയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പരിസമാപ്തിയിലോട്ട്
പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പം അതിൽ 2 മെയിൻ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താവുന്നതാണ്. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്നുള്ളത്, യോഹന്നാൻ്റെ സുവിശേഷത്തെ പലരും നോക്കിക്കാണുമ്പോൾ വളരെയധികം ദൈവശാസ്ത്രപരമായ ആഴം യോഹന്നാൻ്റെ സുവിശേഷത്തിനുണ്ട്, തിയോളജിക്കൽ ഡെപ്ത് അതിനുണ്ട്. അതിനെ സെക്യുലർ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് ഷോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വരെ തന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവോ എന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തപ്പോൾ അവർ അതിനകത്ത് പറഞ്ഞ് ഞങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളെ പരാമർശിക്കുന്നുള്ളൂ, അതിനെ നോക്കുന്നുള്ളൂ. കാരണം യോഹന്നാന് വളരെ ആഴമായിട്ടുള്ള ദൈവശാസ്ത്രം അതിലുള്ളതുകൊണ്ട് തന്നെ അതിനെ ചരിത്രപരമായിട്ടുള്ളൊരു ഗ്രന്ഥമായിട്ട് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ മാറ്റി നിർത്തിയിട്ട് ഈ 3 സുവിശേഷങ്ങൾ എടുക്കുന്നു. എന്നിട്ട് ഒടുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന് വളരെ ചായ്വ് കാണിച്ചാണ് ആ ഒരു സെക്യുലർ യൂട്യൂബ് ചാനൽ കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ അത് പലപ്പോഴും ഉയർന്നൊരു ചോദ്യമാണ്. യോഹന്നാനകത്ത് യേശുവിൻ്റെ ദൈവീകതയൊക്കെ വളരെയധികം ഊട്ടി ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ അത് യോഹന്നാൻ്റെ ചരിത്രപരതയ്ക്കുള്ള ഒരു ഖണ്ഡനമല്ലേ? അത് യോഹന്നാൻ്റെ ചരിത്രപരതയുടെ അടിസ്ഥാനം തള്ളിക്കളയുന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് സമയപരിമിതിയുണ്ട്, പക്ഷേ നമ്മൾ അതിനെങ്ങനെയായിരിക്കും ഒരു വ്യക്തി അതിനെ നേരിടേണ്ടത്? അതെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രചയിതാവ് ചില കാര്യങ്ങളെ ഊന്നിപ്പറഞ്ഞു, ചില കാര്യങ്ങളെ വിശദമായി വ്യാഖ്യാനിച്ചു വിവരിച്ചു എന്നത് ഒരിക്കലും ആ കാര്യം ആധികാരികമല്ല എന്നുള്ളതിനെ തെളിവായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ മറ്റ് 3 സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടു. അവ പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ഒരു പ്രചാരം ലഭിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. സ്വാഭാവികമായിട്ടും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഈ സുവിശേഷങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളും തന്നെയാണ് പലപ്പോഴും യോഹന്നാൻ ഊന്നി പറഞ്ഞിരിക്കുന്നത്. പല പ്രസ്താവനകൾ നമ്മൾ തിരുവഴുത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ, സുവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങളും തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുറച്ച് ഊന്നൽ നൽകി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വിവരിച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു രചയിതാവ് ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം വിവരിക്കുമ്പോൾ അതിലെ ചില കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് വിവരിക്കുന്നത് ഒരിക്കലും അതിൻ്റെ ആധികാരികതയ്ക്കുള്ള തെളിവല്ല, മറിച്ച് ആ രചയിതാവിൻ്റെ രചനാരീതിയുടെ ഒരു ഉദാഹരണമായിട്ട്, അതിൻ്റെ ഒരു പ്രദർശനമായിട്ട് മാത്രമേ നമുക്കതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ബോംബെയിലെ ആക്രമണത്തെ ന്യൂസിൽ കണ്ട ഞാൻ അതിനെ വിവരിക്കുന്നതും അതിലൂടെ കടന്നു ഒരാൾ വിവരിക്കുന്നതും തമ്മിൽ വളരെ ഇമോഷണൽ വ്യത്യാസം കാണും. പക്ഷേ അതിനർത്ഥത്തിൽ ഒരാൾ കൂടുതൽ ഇമോഷനോടെ പറഞ്ഞു, കൂടുതൽ വൈകാരികമായിട്ട് അതിനെ അവതരിപ്പിച്ചെന്നതിൻ്റെ പേരിൽ പറഞ്ഞ സംഭവങ്ങൾ ദൃക്സാക്ഷി രേഖയല്ല, ദൃക്സാക്ഷി തെളിവല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു നടത്തിയ പ്രസ്താവന, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു പല കാര്യങ്ങളും തന്നെ ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് പിൽക്കാലത്താണ്, പിന്നീടാണ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ നമുക്ക് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പലതും അവർ തിരിച്ചറിഞ്ഞില്ല, അവർ ഗ്രഹിച്ചില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കർത്താവിൻ്റെ പല പ്രസ്താവനകളെയും കുറിച്ചുള്ള, അതിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുടെ ഒരു ആഴത്തിലേക്ക് ശിഷ്യന്മാർ വന്നത് പിൽക്കാലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യകാല രചനകളിൽ അത്തരത്തിലുള്ള ആഴമേറിയ വസ്തുതകളെ രചയിതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല. പിൽക്കാലത്താണ് കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളെയും ആധികാരികതയെ ആഴം അവർക്ക് ബോധ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ അവർ വിശദീകരിച്ചു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു കേന്ദ്ര സംഘം, ഏറ്റവും ഇന്നർ സർക്കിളിൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അതിൽ മറ്റൊരാളാണ് യാക്കോബ്, മറ്റൊരാൾ പത്രോസാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ യാക്കോബ് ആദ്യമേ തന്നെ രക്തസാക്ഷിയാകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കതിന് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യകാലത്ത് തന്നെ യാക്കോബ് രക്തസാക്ഷിയാകുകയാണ്. പത്രോസ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ AD 60 66 ആ ഒരു കാലഘട്ടത്തിൽ പത്രോസ് രക്തസാക്ഷിയാകുകയാണ്. പിന്നീട് ദീർഘകാലം ജീവിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് യോഹന്നാനാണ്. സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ ആ ഇന്നർ സർക്കിളിൽപ്പെട്ട ഒരു വ്യക്തി, ദീർഘകാലം ജീവിച്ചിരുന്ന വ്യക്തി, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളുടെ ആഴം വ്യക്തമാക്കി കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ രേഖപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ആ വ്യത്യാസത്തെ നമ്മൾ ആ നിലയിൽ വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള വിവരണങ്ങൾക്ക് വലിയ പ്രാധാന്യം യോഹന്നാൻ നൽകിയിട്ടുണ്ട്. കറക്റ്റ്. അപ്പം സമയവിഷ്ണു സുവിശേഷങ്ങളിൽ ഗലീല കേന്ദ്രീകരിച്ചുള്ള വിവരണക്കാലം കൂടുതലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ജെറുസലേം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സവിശേഷത നമുക്ക് അതിൻ്റെ അത് കാണാനായിട്ട് സാധിക്കും. അതും ഈ സുവിശേഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പല പുരാവസ്തു കണ്ടെത്തലുകളും
ഈ പല പണ്ഡിതന്മാരും ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ചിന്തിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷത്തെ സാധൂകരിക്കുന്നതായിട്ട്, സ്പെസിഫിക് ആയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെയും സാധൂകരിക്കുന്നതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 5 കൽമണ്ഡപങ്ങളുള്ള കുളം എന്ന് പറയുന്നൊരു പ്രസ്താവന ഒരു കാലത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു, ഈ 5 കൽമണ്ഡപങ്ങൾ, അങ്ങനെ കൽമണ്ഡപം ഉള്ള കുളമൊന്നും യെരുശലേമിൽ ആരും കണ്ടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യാഖ്യാനിക്കണം. അവർ പറഞ്ഞു ഈ 5 കൽമണ്ഡപങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ പഞ്ചഗ്രന്ഥിയെ കാണിക്കുന്നതാണ്. അപ്പോൾ പഴയ ന്യായപ്രമാണത്തിന് അടിമയായിരുന്ന വ്യക്തിയെ വിടുവിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ 5 കൽമണ്ഡപങ്ങൾ എന്ന് എഴുതി, അല്ലെങ്കിൽ ഒരു കുളത്തിനിങ്ങനെ 5 കൽമണ്ഡപങ്ങൾ വരുന്നത് എന്നൊരു ചോദ്യം ഉയർത്തിയിരുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ച് ഇതൊരു ആലങ്കാരികമായിട്ട് എഴുതിയാണ്, അല്ലാതെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതലിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഹന്നാൻ ചമച്ച ഒരു ഒരു സംഭവമാണ്, കെട്ടിച്ചമച്ചൊരു കാര്യമാണെന്നൊക്കെ വ്യാഖ്യാനിച്ചൊരു കാലമുണ്ട്. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ ചരിത്ര പഠനങ്ങൾ നോക്കും, പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുരാവസ്തു ഗവേഷകന്മാർ വളരെ യാദൃച്ഛികമായിട്ട് അങ്ങനെ കുളം അവിടെ കണ്ടെത്തുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് യോഹന്നാൻ എഴുതിയത് ആധികാരികമാണ് തെളിയിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പല പുരാവസ്തു കണ്ടെത്തലുകളും യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള പല സംഭവങ്ങളെയും സന്ദർഭങ്ങളെയും സാധൂകരിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരുമിച്ച് ചേർത്ത് മനസ്സിലാക്കണം. ഇത് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് AD 70 ശേഷം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മറ്റൊരാൾ അവിടെ ചെന്നാൽ പോലും കണ്ടെത്തുക പ്രയാസമാണ്. കാരണം പലതും തകർക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം അവിടുത്തെ ടോപ്പോഗ്രാഫിക്ക് തന്നെ, അവിടുത്തെ ആ പ്രദേശങ്ങളുടെ രീതികൾക്ക് തന്നെ പല മാറ്റങ്ങൾ പിൽക്കാലത്ത് വന്നു. അതിനെല്ലാം ശേഷമാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ആ കാലത്ത് എഴുതിയ, ഇത്രയും സമയം കഴിഞ്ഞ് എഴുതിയ സുവിശേഷത്തിൽ ആ ഏറ്റവും പുരാതനമായ വളരെ കൃത്യമായ കാര്യങ്ങൾ പുരാവസ്തു കണ്ടെത്തലുകളിൽ സാധൂകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സുവിശേഷത്തിൻ്റെ ആധികാരികതയെ വളരെ വ്യക്തമായിട്ട് ഊട്ടിയുറപ്പിക്കുന്നൊരു വസ്തുതയാണത്. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് അതുപോലെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ചില വിശദീകരിക്കാത്ത പല അല്യൂഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് അവിടെ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ തമ്മിൽ ചില ശുദ്ധീകരണത്തെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച് തർക്കം ഉണ്ടായിരുന്നൊരു പരാമർശമുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ എന്താണ് ആ തർക്കം, എന്തായിരുന്നു തർക്കത്തിൻ്റെ പരിഹാരം എന്തായിരുന്നു, അതൊന്നും യോഹന്നാൻ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം കാനായിലെ കല്യാണത്തിൻ്റെ അത്ഭുതം കഴിഞ്ഞ ശേഷം അവരവിടെ 3 ദിവസം പാർത്തു എന്നുണ്ട്. അത് 3 ദിവസം പാർത്തു, ഓക്കെ, അതുകൊണ്ട് ആ 3 ദിവസം പാർത്തു എന്ന് എഴുതുന്നതിന് അവിടെ ഒരു ദൈവശാസ്ത്രപരമായ പ്രാധാന്യമോ വിവരണപരമായ പ്രാധാന്യമോ ഒന്നുമില്ല. പക്ഷേ സാന്ദർഭികമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വിവരിക്കുമ്പം അവിടെ നമ്മൾ പറയുന്ന വിവരിക്കുന്ന മെയിൻ സംഭവമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം പ്രസക്തമില്ലെങ്കിൽ പോലും നമ്മൾ കണ്ട കാര്യങ്ങളാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പരാമർശിക്കും, പലതും തന്നെ നമ്മൾ വിശദീകരിക്കാതെ വിട്ടുകളയും. ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങളൊരു കഥ കെട്ടിച്ചമക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ലൂസെന്റ്, വിശദീകരിക്കാത്ത, കൃത്യമായ വിശദീകരണം നൽകാത്ത ഒരു പരാമർശം ഒരിക്കലും നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കില്ല. കാരണം ഇന്റൻഷൻ മനഃപൂർവ്വം ചമയ്ക്കുന്നൊരു കഥയാണെങ്കിൽ. മറിച്ച് സ്വാഭാവികമായിട്ടൊരു കാര്യം ഓർമ്മയിൽ നിന്ന് വിവരിക്കുമ്പം അവിടെ ഇങ്ങനെ കാര്യം, അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ആ ആൾ നിന്നത് കൊണ്ട് എന്താണ് ഈ സംഭവത്തിന് പ്രസക്തിയെന്ന് നമ്മൾ പറയണമെന്നില്ല, സ്വാഭാവിക വിവരണം. മറിച്ചാണെങ്കിൽ ആ ആൾ നിന്ന ഒരു കാര്യം ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ പ്രസക്തി ഞാൻ വിവരിച്ചിരിക്കും, കെട്ടിച്ചമക്കുന്ന ഒരു കാര്യമാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള അല്യൂഷൻസ് വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള തെളിവുകൾ യോഹന്നാൻ സുവിശേഷത്തിനുണ്ട്. നേരത്തെ ബ്രദർ പറഞ്ഞ അൺഡിസൈൻഡ് കോയിൻസിഡൻസസ് അതെല്ലാം ചേർത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷവും ആ നിലയിൽ തന്നെ ഒരു ജീവചരിത്രം എന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സുവിശേഷമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഊന്നലുകളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു സവിശേഷതയാണ്. അത് ആദിമ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തീയ സഭ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു സവിശേഷതയുമാണ്. അപ്പം നമ്മൾ ഈ വരുന്ന പോയിന്റുകളെല്ലാം പരിസമാപ്തിയിലൂടെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല സങ്കീർണതകളിൽ, പല ലെയേഴ്സിൽ മറിഞ്ഞിരിക്കുന്നതാണ് ഈ സുവിശേഷങ്ങളുടെ ചരിത്രപരതയ്ക്കുള്ള വാദങ്ങൾ. അപ്പം ഇതിന് വരുന്ന മറുവാദങ്ങൾ പലപ്പോഴും അവിടുത്തെ കാലഘട്ടം, പശ്ചാത്തലം, അല്ലെങ്കിൽ എഴുത്ത് രീതി, രചനശൈലിയൊന്നും മനസ്സിലാക്കാതെ അവരങ്ങനെ ചെയ്തായിരിക്കും, ഇങ്ങനെ ചെയ്തായിരിക്കും, ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തായിരിക്കും എന്നൊക്കെ വെറും പാഴ്വാക്കായിട്ട് വരുന്ന പല വാദങ്ങളാണ്. അതെ, അതിൽ ഓർത്തെടുക്കേണ്ട ഈ ആർക്കിയോളജിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അത് വാദം വന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഗവേഷണം നടത്തി ഉത്തരം കിട്ടുന്നില്ല. ലൂക്കോസിൻ്റെ കാര്യം തന്നെ 2000-ഓളം വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഒരു ഉത്തരം ലഭിക്കുന്നത്. അപ്പം ക്രിസ്തീയ വിശ്വാസത്തെ പറ്റി നിങ്ങളോട് നാളെ ഒരാളൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒന്നാമത് അതിനൊരു സമാധാനങ്ങൾക്കുള്ളത് ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്ത, പഠനം നടത്തിയിട്ടുള്ള ക്രൈസ്തവ ചിന്തകരും ഗവേഷകരും ചരിത്രകാരന്മാരൊക്കെ സുലഭമാണ് ക്രൈസ്തവ ലോകത്ത്. അവിടെ ഒരു ഉത്തരമുണ്ട്. ഇനി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പേരിൽ സുവിശേഷങ്ങൾ മൊത്തം പാടെ തള്ളിക്കളയേണ്ടി വരുന്ന യാതൊരു നിലപാടും സ്വീകരിക്കേണ്ടതില്ല. അപ്പം ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ എന്തായിരിക്കും ഏറ്റവും മികച്ച വിവരണം? ഈ പറഞ്ഞ സുവിശേഷങ്ങൾ ഈ ശിഷ്യന്മാരുടെ പേരുള്ളവർ അല്ലെങ്കിൽ ശിഷ്യന്മാർ തന്നെ
കെട്ടിച്ചമച്ചെടുത്ത് 2000 വർഷങ്ങൾക്കപ്പുറം ഇത്രയും ആധുനികമായ രീതിയിൽ ഗവേഷണം നടത്തുന്നവരെ വരെ വഞ്ചിക്കാൻ തക്കവണ്ണം അവർ ചിന്തിച്ചിരുന്ന് എഴുതിയെടുത്താണോ, അതോ വളരെ സ്വാഭാവികമായിട്ട് അവർ നടന്ന സംഭവങ്ങളെ വിശ്വസ്തയോടെ എഴുതിയെടുത്തതാണോ, സാക്ഷാൽ ദൃക്സാക്ഷികളായിട്ട് ഒരു ദൃക്സാക്ഷി എഴുതിയെടുക്കുന്ന പോലെ അവർ എഴുതിയെടുത്തതാണോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ആ ചോദ്യം ചോദിച്ച ഒരാളാണ് ജെ വാർണർ വാലസ്. ഇന്ന് ഈ അപ്പോളജറ്റിക്സ് ലോകത്ത് വളരെ പ്രശസ്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഞങ്ങൾ സാഫ്റ്റിൻ്റെ പോഡ്കാസ്റ്റിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ വെറും ഒരു നിരീശ്വരവാദിയല്ലായിരുന്നു, ഒരു പ്രത്യേക ഫീൽഡിൽ അന്വേഷണം നടത്തുന്ന ഒരു പോലീസുകാരൻ, ഒരു ഡിറ്റക്റ്റീവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് വിളിക്കുന്നത് കോൾഡ് കേസാണ്. അതായത് സംഭവം നടന്നു, വർഷങ്ങൾ കഴിഞ്ഞു, തെളിവുകളൊന്നുമില്ല, ആ സ്ഥലവും പ്രദേശവും എല്ലാം കൈമാറിപ്പോയി, ചില ദൃക്സാക്ഷികളൊക്കെ മരിച്ചു. പിന്നെ ഈ ദൃക്സാക്ഷികളൊക്കെ അന്നത്തെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ എഴുതിയ റിപ്പോർട്ടുകളുമൊക്കെയാണ് കൈവശമുള്ളത്. പക്ഷേ കേസ് വീണ്ടും തുറക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ടീമിനെ ഇവരെ ഏൽപ്പിക്കും ഈ കോൾഡ് കേസ്, അതായത് മരവിച്ച് പോയ പല കേസുകൾ വീണ്ടും എടുത്ത് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഈ ദൃക്സാക്ഷികളുടെ രേഖകൾ, മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും പുറകോട്ട് ചെന്ന് അന്വേഷിക്കും. അവർ ആ ക്രൈം സീനിൽ അന്നേരം അവർക്ക് ചെല്ലാൻ സാധിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ഓൺ ദ സ്പോട്ട് നടന്ന സമയത്ത് തന്നെ ചെല്ലാൻ സാധിക്കത്തില്ലായിരിക്കും. പക്ഷേ ഈ ദൃക്സാക്ഷി രേഖകളുടെ വെളിച്ചത്തിൽ അവരന്വേഷിക്കും. അപ്പം ഈ നിരീശ്വരവാദിയായിരുന്നു ഈ പോലീസുകാരൻ ചിന്തിച്ചു, ഈ സുവിശേഷങ്ങളൊക്കെ ദൃക്സാക്ഷി രേഖകളായിട്ടാണ് സ്വയം അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഞാൻ കേസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടി, അമേരിക്കയിൽ അന്ന് വളരെ പ്രശസ്തനായ ഒരു ഡിറ്റക്റ്റീവാണ്, അന്നത്തെ ഒരു വളരെ ഫേമസ് TV ഷോയായ ഡേറ്റ് ലൈനകത്ത് അദ്ദേഹം വളരെയധികം തൻ്റെ കേസുകളൊക്കെ തെളിയിക്കപ്പെട്ടുള്ളതാണ്. അദ്ദേഹം ഏറ്റെടുത്ത ഒരൊറ്റ കേസും അദ്ദേഹം തോറ്റിട്ടില്ല. അത്രയും പ്രഗത്ഭനാണ് അദ്ദേഹം, കുറ്റാന്വേഷണമാണ്. അപ്പം അദ്ദേഹം ഈ ചോദ്യത്തോടെ സുവിശേഷങ്ങളെ സമീപിച്ചു. ആ സമീപിച്ചെത്തിയപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന ഉത്തരം സുവിശേഷങ്ങൾ സാക്ഷാൽ ദൃക്സാക്ഷി രേഖകൾ തന്നെയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ സെക്യുലർ ലോകത്ത് ഗവൺമെൻറ്റും പോലീസും രാഷ്ട്രവുമൊക്കെ അംഗീകരിച്ച അതേ സ്കിൽ സെറ്റ് ഉപയോഗിച്ച് അദ്ദേഹം സുവിശേഷങ്ങൾ ദൃക്സാക്ഷി രേഖകളാണോ എന്ന് പരിശോധിച്ചപ്പോൾ അത് ദൃക്സാക്ഷി രേഖകളാണെന്ന് തെളിഞ്ഞു. അതുമാത്രമല്ല, ആ ദൃക്സാക്ഷി രേഖകളിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ വസ്തുതപരമാണ് എന്ന നിഗമനത്തെത്തി അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആവുകയും ആ കുടുംബം മുഴുവൻ അവർ ക്രിസ്ത്യ വിശ്വാസത്തിൽ വരികയും ഇന്ന് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ഒരു പ്രഗത്ഭനായ ഒരു അപ്പോളജിസ്റ്റായിട്ട് ഒരു ക്രിസ്ത്യൻ പ്രഭാഷകൻ അദ്ദേഹം നിലകൊള്ളുന്നു. അപ്പോൾ അത് കാണിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്, ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ള ഫീൽഡിനെ പറ്റി കുറേ പരാമർശങ്ങൾ പറഞ്ഞ് പോവുകയല്ല. പക്ഷേ ഇതൊക്കെ ആൾക്കാരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ, അവർ തന്നെ മുന്നിട്ടിറങ്ങി അന്വേഷിച്ചെത്തിയ കൺക്ലൂഷൻ്റെ തെളിവുകളാണ് നിങ്ങളുടെ മുൻപിൽ ഒരു വീഡിയോ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ജീവിതത്തിൽ അവരെ തൊട്ടറിഞ്ഞ വസ്തുക്കളാണ്. അത് ഒരു പേരോട് പരാമർശിച്ച് അവസാനത്തിലേക്ക് എത്തുന്നത് സർ വില്യം റാംസെ, ഒരുപക്ഷെ മനുഷ്യചരിത്രത്തെ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആർക്കിയോളജിസ്റ്റ് ഹിസ്റ്റോറിയന്മാരിൽ ഒരാളായിരുന്ന സർ വില്യം റാംസെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ. അദ്ദേഹം ലൂക്കോസിൻ്റെ സുവിശേഷത്തെ കണ്ടപ്പോൾ ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നോക്കി, ഇതൊന്നും വസ്തുതപരമല്ല, ലൂക്കോസ് ഒരു നല്ല ചരിത്രകാരനല്ല, അദ്ദേഹം പറയുന്നൊന്നും ചരിത്രത്തോടും ചരിത്ര വസ്തുതകളോടും ചേർന്ന് പോകുന്നതല്ല എന്ന അനുമാനത്തോടെ തുടങ്ങിയ അദ്ദേഹം താൻ ഏഷ്യ മൈനർ പ്രദേശത്തെ എല്ലാം ഗവേഷണവും പഠനം നടത്തി. ലൂക്കോസ് വസ്തുതാപരമായിട്ടുള്ള ചരിത്രകാരനാണോ എന്ന ചോദ്യം അന്വേഷിച്ചിറങ്ങിയ അദ്ദേഹം ഒടുവിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും വസ്തുതപരമാണെന്ന് ആ നിഗമനത്തിലെത്തി അദ്ദേഹം പറഞ്ഞത്, ലൂക്ക് ഈസ് എ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഫസ്റ്റ് റാങ്ക്. നിങ്ങൾ ചരിത്രകാരന്മാരെ എല്ലാം ഒരു പട്ടിക നിരത്തി അതിൽ ഏറ്റവും മികച്ച ചരിത്രകാരന്മാരുടെ ലിസ്റ്റിൽ ഇങ്ങനെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഈ സുവിശേഷം എഴുതിയ ലൂക്കോസ് ആണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. അത്രയും വസ്തുത അടിസ്ഥിതമായിട്ടുള്ള ചരിത്ര അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സുവിശേഷങ്ങളുടെ ചരിത്രപരതയാണ് ഞങ്ങളിവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശ്യം ഇത് സമർത്ഥിച്ച് നമ്മൾ കേട്ട് ഒരു ചെവി കൂടെ കേട്ടു ഒരു ചെവി കൂടെ പോകുന്നൊരു സംഭവമായിട്ടില്ല. മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ആഹ്വാനം, നിങ്ങളൊരു ക്രൈസ്തവനല്ല എങ്കിൽ ഈ തെളിവുകൾ ഞങ്ങൾ അവതരിപ്പിച്ചു, ഇതിൻ്റെ സംക്ഷിപ്ത രൂപം അവതരിപ്പിച്ചു. ഈ സംക്ഷിപ്ത രൂപത തന്നെ നിങ്ങൾ തന്നെ വിശകലനം ചെയ്യൂ. ഇത് വസ്തുതപരമാണോ? ആണെങ്കിൽ ഇത് നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ചോദ്യചിഹ്നം എന്താണ്? ആ ചോദ്യചിഹ്നം എന്താണ്? മർക്കോസും മത്തായും ലൂക്കോസും യോഹന്നാനും ചരിത്രപരമായി ചരിത്ര വസ്തുതയായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഈ സുവിശേഷങ്ങളിലെ കേന്ദ്ര കഥാപാത്രം ഒരൊറ്റ മനുഷ്യൻ. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച വേറെ ഒരു മനുഷ്യനും വെറും 3 വർഷത്തെ പ്രസംഗ ജീവിത കാലയളവിൽ സാംസ്കാരിക തലത്തിൽ, ശാസ്ത്രീയ തലത്തിൽ, കലാമേഖലയിൽ ചെലുത്താത്ത സ്വാധീനം ഓണങ്കേറാ മൂലയിൽ, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ഒരു ലോകത്തിൻ്റെ ഒരു ഓണങ്കേറാ മൂലയിൽ 3 വർഷം കൊണ്ട് പ്രസംഗിച്ച ഈ മനുഷ്യന് സാധിച്ചെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ആ മനുഷ്യനില്ലയോ? ഞങ്ങൾ പറഞ്ഞു, വെറും മനുഷ്യനല്ല, സാക്ഷാൽ ദൈവപുത്രൻ. നമ്മൾ ഓരോരുത്തരെയും രക്ഷയിലേക്കും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നാൽ സത്യമനുഷ്യനും സത്യദൈവമായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നിങ്ങൾ
പഠിക്കുവാൻ, നിങ്ങൾ ചോദ്യം ചെയ്യുവാനെങ്കിലും നിങ്ങൾ തുറന്ന മനസ്സോടെ ഇതിനെ സമീപിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു അവസാന പോയിന്റ് എന്നുള്ളത്, ഇത് കുറേ ക്രൈസ്തവരും കുറേ പാസ്റ്റർമാരും കുറേ പ്രഭാഷകരും ചുമ്മാ പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് ചരിത്ര വസ്തുതകളുടെയും റിസർച്ചിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കിതുകൊണ്ട് എതിർക്കാം, പക്ഷേ എതിർക്കാമെങ്കിൽ ആ സെയിം കാലിബറോടെ നിങ്ങളെ എതിർക്കാനും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ സംവാദങ്ങളും സംഭാഷണങ്ങളും ഇനിയും നടക്കട്ടെ. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കൊള്ളിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ മടങ്ങി വരും എന്ന വിശ്വാസത്തോടെ നന്ദി.